വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം ആരെങ്കിലും വായിച്ചു തരണോ? ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 1 and 2. അനന്തരം സ്വർഗ്ഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ സംഭവങ്ങൾ 1-ാം അധ്യായം നമ്മുടെ ദേവദാസന്മാർ പഠിപ്പിക്കുന്നത് നമുക്കറിയാം. 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് തേജസ്കരിക്കപ്പെട്ട മരിച്ചവനായിരുന്ന എന്നേക്കും ജീവിക്കുന്നവനും പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവനുമായ ക്രിസ്തു. 2-ഉം 3-ഉം അധ്യായം പെന്തക്കോസ്ത് ദിവസം മുതൽ സഭ എടുക്കപ്പെടുന്ന അവസാന ദിവസം വരെയുള്ള ഈ നീണ്ട 2000 വർഷക്കാലത്തെ സഭയുടെ സ്വഭാവത്തെ 6 പീരീഡായി വിഭജിച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് കയറാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ 6 പീരീഡാണ്. 7 സഭകൾ, 6 കാലഘട്ടമാണ്. അതാണ് 2-ഉം 3-ഉം അധ്യായം. 4-ാം അധ്യായത്തിൽ യോഹന്നാനെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ശരീരത്തിലോ ശരീരം കൂടാതെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. സ്വർഗത്തിൽ ചെന്ന് മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞാൽ ലോകത്തിൽ മേലാൽ സംഭവിക്കാനുള്ളത് എന്തെന്ന് കാണിച്ചു തരുവാൻ വേറെ ഒരു ശാസ്ത്രത്തിന് സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണുള്ള തിരുവചനത്തിന് മാത്രമേ. മനസ്സിലിരിക്കുന്നത് നാം നിൽക്കുന്ന ഈ 2025 ആഗോളമായി ക്രൈസ്തവ ലോകത്തിന്റെ അതിനിർണായകമായ ഒരു കാലഘട്ടമാണ്. 850 കോടി ജനങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് 45% ക്രിസ്ത്യൻസാണ്. പല സഭകളിൽ ക്രൈസ്തവ സഭയുടെ അതിനിർണായകമായ കാലത്തിൽ നമ്മൾ നിൽക്കുന്നു. നമ്പർ 1. നമ്പർ 2, ബാക്കി പൊതുലോകം അവരും ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. പൊതുലോകവും ക്രൈസ്തവ ലോകവും ഒരു സംഗമത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത്. ക്രൈസ്തവ ലോകം എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 2000 വർഷം മുമ്പേ, അതായത് യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പെരുന്നാളായ കൂടാരം അഥവാ 50-ാമത്തെ ദിവസത്തെ പെരുന്നാളിൽ സാധാരണക്കാരായ 120 യഹൂദന്മാർ, വെറും സാധാരണക്കാർ, സ്വന്തമല്ലാത്ത ഒരു വീട്ടിലിരുന്നപ്പോൾ ആത്മപകർച്ചയിൽ ആരംഭിച്ചതാണ് ക്രൈസ്തവ സഭ. അന്ന് സ്വന്തമായിട്ടൊരു കസേര പോലും ഇല്ലായിരുന്നു. ആ ക്രൈസ്തവ സഭയെ ഈ കഴിഞ്ഞ 2000 വർഷം കൊണ്ട് 45% പോപ്പുലേഷനായെന്ന് മാത്രമല്ല, മനോഹരമായ ദേവാലയങ്ങൾ, സുന്ദരമായ ഹോളുകൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ നിരവധി സംഭവങ്ങളുമായി തല ഉയർത്തി നിൽക്കുന്നു ക്രൈസ്തവ ലോകം. പൊതുലോകം നിൽക്കുന്നത് ഒരു വല്ല പ്രത്യേക സിസ്റ്റത്തിലാണ്. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അന്ത്യകാലം എന്ന് പറയുന്നത് അക്കാഡമിക്കായിട്ട് പറയുകയാണെങ്കിൽ 1948 അന്ത്യകാലത്തിന്റെ ആരംഭം. അക്കാഡമിക്കായി യുഗാന്ത്യത്തിന്റെ ആരംഭം. കാരണം അത്തി തളർത്തത് 1948 ഇസ്രായേൽ. അതാണ് യുഗാന്ത്യ കൃപായുഗത്തിന്റെ അന്ത്യത്തിന്റെ ആരംഭം 1948. അന്ന് അത്തി തളർത്തു. നമുക്കറിയാം, കൃപായുഗം ക്രൈസ്തവർക്ക് വേണ്ടി ഏത് മനുഷ്യനെയും ക്രൈസ്തവ മാർഗത്തിൽ കൊണ്ട് രക്ഷിക്കുന്ന എന്നുള്ളതാണ് കൃപായുഗം. കൃപായുഗം കഴിയുമ്പോൾ ആ ഡോറങ്ങ് അടയ്ക്കും. പിന്നെ തുറക്കാൻ പോകുന്നത് ദേവദാസന്മാർ പഠിപ്പിക്കുന്നത് അറിയാവുന്ന 7 വർഷം യഹൂദന് വേണ്ടിയുള്ള പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് 1940 സമയം കിട്ടിയാൽ യഹൂദന്റെ ചരിത്രം പഠിക്കാം. ഇസ്രായേൽ ഒരു രാഷ്ട്രമായി. അതിനു മുമ്പ് ഒരു സംഭവം നടന്നു. അത് ലോകത്തിന്റെ ഒരു ട്രേഡിംഗ് ആയിരുന്നു. 1937 ആരംഭിച്ച് 45 അവസാനിച്ച സെക്കൻഡ് വേൾഡ് വാർ. അന്നത്തെ ലോകമഹായുദ്ധത്തിൽ ജീവിച്ചിരുന്നവർ ഇന്ന് വളരെ കുറവാണ്. എനിക്കെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് 1 വർഷം മുമ്പാണ് 2ാം ലോകമഹായുദ്ധം ആരംഭിച്ചത്. എനിക്ക് 6 or 7 വയസ്സോളം തീർന്നു. എനിക്ക് നേരിയ ഓർമ്മയുണ്ട്. അതിന്റെ പരിണത ഫലം 60 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. മിക്കതും എല്ലാം യൂറോപ്പിലെ രാജ്യങ്ങളാണ്. 2 കോടി യുവാക്കന്മാരായ പട്ടാളക്കാർ മരിച്ചു. ഏതാണ്ട് 5.5 ലക്ഷം സിവിലിയൻസ് ഏകദേശം കണക്കാണ്.
10 ലക്ഷത്തോളം ആളുകൾ വികലാംഗരായി. സുന്ദരികളായ യൂറോപ്യൻ പെൺകുട്ടികൾ, ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ വിധവമാരായി. 11 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ അനാഥ കുഞ്ഞുങ്ങൾ എന്ന പേര് കിട്ടി. ലോകം ഇന്ത്യയിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും ലഭ്യമായ കണക്ക് ഇന്ത്യയിൽ 25,000 പേർ മരിച്ചു സെക്കൻഡ് വേൾഡ് വാർ. ലോകം പട്ടിണിയിലേക്ക് കൂമ്പുകുത്തി. നമുക്കറിയാം 1945 ഓഗസ്റ്റ് 6 അമേരിക്ക നാഗസാക്കിയിൽ ഹിരോഷിമയിൽ ഒരേ സമയത്ത് 2 ആറ്റം ബോംബ്. അവരുടെ കോഡാണ് ലിറ്റിൽ ബോയ്. ഇതിന്റെ കോഡാണ് ലിറ്റിൽ ബോയ്. തകർത്താണ് ജപ്പാനെ പരാജയപ്പെടുത്തി റഷ്യ കയറി വരുന്നത് കണ്ട് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. അങ്ങനെ യുദ്ധം തീർന്നു. ലോകം പട്ടിണിയിലായി. ഇനിയാണ് സംഭവം. 3 പ്രത്യേകതകളായി. 1, ഈ പട്ടിണിയിൽ നിന്ന് കരകയറാൻ മനുഷ്യൻ അതീവ ശ്രമം നടത്തി. അതിന്റെ പരിണതഫലമാണ് ശാസ്ത്രം വികസിച്ചു. 2, അതോടൊപ്പം മനുഷ്യരിൽ ഒരു ചിന്താഗതി ഉണ്ടായി, കൊളോണിയൽ സിസ്റ്റത്തിൽ നിന്നും വെളിയിൽ വരണം. അങ്ങനെ നമ്മുടെ ഭാരതം ഉൾപ്പെടെ ഇന്ന് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഡെമോക്രാറ്റിക് കൺട്രീസ് ആയിരുന്നു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. അതുവരെ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഏകാധിപത്യമാരും ഭരിച്ചെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വായു ശ്വസിക്കാൻ തുടങ്ങി. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ കൃപായുഗത്തിന്റെ അന്ത്യമാണെന്ന് ഓർക്കണം. അതിൽ ഏറ്റവും പ്രധാന ശാസ്ത്രത്തിന്റെ വികാസം, മനുഷ്യന്റെ ബുദ്ധിയുടെ സന്തതിയാണ് ശാസ്ത്രം. ആ ശാസ്ത്രം പണ്ടേ ഉള്ളതാണ്, ഇന്നൊന്നുള്ളതല്ല. കർത്താവ് ജനിക്കുന്നതിന് 300 വർഷം മുമ്പ് ആ ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർ ജീവിച്ചിരുന്നു, അല്ലാതെ ഇന്നൊന്നുമല്ല. പക്ഷെ 16-ാം നൂറ്റാണ്ടിൽ ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. 3 സംഭവങ്ങൾ 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി. 1, ആദ്യമായി ജനാധിപത്യത്തെ കുറിച്ച് ചിന്തിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. അങ്ങനെയാ അമേരിക്ക ഒരു ഡെമോക്രാറ്റിക് കൺട്രിയായിരുന്നു. 2, 16-ാം നൂറ്റാണ്ടിലാണ് ഈ ശാസ്ത്രം ചിറക് മുളച്ച് പറക്കാൻ തുടങ്ങിയത്. ഐസക് ന്യൂട്ടൺ ഭൂമിയുടെ ഗ്രാവിറ്റി കണ്ടുപിടിച്ചു. അതോ തുടർന്നാണ് 1800-കളിൽ മൈക്കിൾ ഫാരഡെ വൈദ്യുതി കണ്ടുപിടിച്ചു. ഇലക്ട്രിക് ബൾബ്, റേഡിയോ ഇങ്ങനെ വന്ന് ശാസ്ത്രം പറക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ആത്മീയമായിട്ടും 16-ാം നൂറ്റാണ്ടിലാണ് 1000-ൽ വർഷം ആത്മീയ അന്ധകാരത്തിൽ കിടന്ന ക്രൈസ്തവ സഭയ്ക്ക് ഒരു ഉണർവുണ്ടായി. 16-ാം നൂറ്റാണ്ടിലാണ് ഉണർവുണ്ടായത്. 1000-ൽ വർഷങ്ങൾക്ക് ശേഷം ആ ഉണർവിന്റെ തീജ്വാലയാണ് ഇന്ന് ഈ കണിയാമ്പാറയിലുള്ള ശാരോൺ സഭയിൽ. അന്നത്തെ ഉണർവിന്റെ ബാക്കിയാണ്. അങ്ങനെ അന്ന് മുതൽ 3 പ്രത്യേകത ഉണ്ടെങ്കിലും സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ശാസ്ത്രം വല്ലാണ്ട് വികസിച്ചു. വചനനിവൃത്തിയ അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കും. നിങ്ങൾക്കറിയാമോ വാക്യം? ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം. മനുഷ്യന്റെ ബുദ്ധി അങ്ങോട്ട് വികസിച്ചു, ശാസ്ത്രം വികസിതമായി. കിഴക്കും പടിഞ്ഞാറുള്ള അകലം കുറച്ചു. ന്യൂഡൽഹി, ന്യൂയോർക്ക് 16 മണിക്കൂറാക്കി മാറ്റി. ആകാശപാത തുറന്നു. എല്ലാ വിധത്തിലും മാറി. തീർന്നില്ല. 950-60 കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് വന്നു. ഇന്ന് നമ്മൾ നൽകുന്ന ഡിജിറ്റൽ വേൾഡ്. പാട്ട് പാടുന്നു, ഡിജിറ്റൽ സിസ്റ്റത്തിൽ കൃത്യയിൽ എഴുതി കാണിച്ചു. പക്ഷെ നമ്മൾ ഇന്ന ഡിജിറ്റലൊക്കെ പണ്ടേ ഉള്ളതാ, ബൈബിളിലുണ്ട്. ആദ്യത്തെ ഡിജിറ്റൽ എവിടാന്നറിയാവോ? മേനെ മേനെ തെക്കേ കൂർബസി. അതാ ആദ്യത്തെ ഡിജിറ്റൽ. എവിടാ? രാജാവ് ദേവാലയത്തിലെ വിഗ്രഹ പാത്രങ്ങൾ കൊണ്ടുവന്ന് മദ്യപിച്ച് കൂത്താടിയപ്പോൾ സ്വർഗം ഒരു ഡിജിറ്റൽ സിസ്റ്റം അങ്ങോട്ട് വിദ്യയിൽ എഴുതി കാണിച്ച. വാസ്തവത്തിൽ ഡിജിറ്റൽ അന്നേ ഉണ്ട്, എങ്കിലും ലോകത്തിന് അത് വെളിപ്പെട്ടത് ഈ കാലത്താണ്. ഇങ്ങനെ ഇങ്ങോട്ട് വെളിപ്പെട്ട് വന്നിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഹൈടെക് ലോകം. കാരണം ശാസ്ത്രത്തിന്റെ നേട്ടത്തിന്റെ 5 തൊപ്പിയിലെ 5 തൂവലുകൾ, IT, BT, ND, ST, MD. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്തിൽ ഒന്നിനകത്താണ്. ഇൻഫർമേഷൻ ടെക്നോളജി, ബയോ ടെക്നോളജി, നാനോ ടെക്നോളജി, മെഡിക്കൽ ടെക്നോളജി, സ്പേസ് ടെക്നോളജി. നമ്മൾ ഈ കുട്ടികളൊക്കെ ഇതിലേതെങ്കിലും ഒന്നിനകത്ത് ബന്ധപ്പെട്ടവരായിരിക്കും. ഒന്നുകിൽ നാനോ ടെക്നോളജി, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ബയോ ടെക്നോളജി.
അല്ലേ? അങ്ങനല്ലേ? സ്പേസ് ടെക്നോളജി കുറവാ, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പം ടെക്നോളജിയുടെ ഒരു ലോകത്തിലാണ്. വളരെ നല്ല കാര്യങ്ങൾ അതെല്ലാം. ടെക്നോളജിയുടെ ഒരു നല്ല ലോകത്തിൽ വന്നു. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലം മാറി. മനുഷ്യരെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത് ആഹാരത്തിനാണെങ്കിൽ ശാസ്ത്രത്തിന്റെ വകച്ചാൽ ഇൻസ്റ്റന്റ് ഫുഡായി മാറ്റം വന്നത് ശ്രദ്ധിക്കണം. പഴയ കാലം മുതൽ രാവിലെ മുതൽ അടുക്കളക്ക് പരിപാടിയൊക്കെ പോയി ഇൻസ്റ്റന്റ് ഫുഡായി. പിന്നെ ഫുഡ് സ്റ്റോറേജ് ചെയ്യാനുള്ള സാധനം വീട്ടിലായി. പണ്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ലോകം മുഴുവൻ പുരോഗമിച്ചു. മനോഹരമായ വീടുകളായി, കാൽനടക്കാരില്ലാതായി, എല്ലാം ഏതെങ്കിലും ഒരു വാഹനത്തിലുള്ള യാത്രയായി. അങ്ങനെ ഇഷ്ടം പോലെ പുരോഗതി വന്നപ്പോൾ സാത്താൻ അതിഭയങ്കരമായ വിധത്തിൽ നമ്മുടെ ഏറ്റവും അധികം ഫോക്കസ് ചെയ്ത ക്രൈസ്തവ ലോകത്തെയാണ്. ക്രൈസ്തവ ലോകത്തിൽ സാത്താൻ അതിശക്തമായ കടന്നാക്രമണം നടത്തി. ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ക്രൈസ്തവ ലോകത്തിൽ സാത്താൻ വിദഗ്ധമായി നുഴഞ്ഞുകയും ചെയ്ത പരിപാടി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ക്യാരക്ടർ ഓഫ് ഗോഡ്. മനുഷ്യൻ. കാരണം ശാസ്ത്ര ഭാഷ പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം മാതാപിതാക്കളുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്യാരക്ടർ 50-50 എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് അല്ല, പകുതി പപ്പ പകുതി മമ്മി, അല്ലേ? പപ്പായുടെ മൂക്ക്, അമ്മയുടെ ആ ചെടികൾക്ക്, പപ്പായുടെ ആ കഷണ്ടി, 50-50. അപ്പൊ സ്വഭാവവും പകുതി പപ്പായുടെ പകുതി മമ്മയുടെ, അങ്ങനെ ഒരു കോമ്പിനേഷനാ മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശ്വാസത്തിന്റെ കണ്ടിന്യൂറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അല്ല, പവർ ഓഫ് ഗോഡ്. നമുക്കറിയാം യഹോവയായ ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറഞ്ഞാൽ തീ ഊതുന്ന പോലെ ഓക്സിജൻ ഊതി എന്നല്ല, ദൈവത്തിന്റെ പവർ ഇൻസേർട്ട് ചെയ്തു. ആ പവർ ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് പൊടി 206 അസ്ഥിയായിട്ടും 507 പേശികളായിട്ടും 5 ലിറ്റർ രക്തമായിട്ടും 3 ലക്ഷം തലമുടിയായിട്ടും 32 പല്ലിന്റെ ആരംഭമായിട്ടും അങ്ങനെ മനുഷ്യൻ ഈ പൊടി മിനിറ്റുകൾക്കൊക്കെ ഇങ്ങനെ വന്നത് ഇൻസേർട്ട് ചെയ്തത് ഓക്സിജൻ അല്ല, പവർ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നീ വാഴ. പവർ. ആ പവർ എന്ന് പറയുമ്പോൾ എന്താണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പവർ? വെളിപ്പെടുത്തപ്പെട്ടത് ദൈവത്തെ 3 വിധത്തിലാണ്. God is light, God is spirit, God is love. സ്വഭാവത്തിൽ ദൈവ സ്നേഹം, സ്വഭാവത്തിൽ ദൈവ സ്നേഹം. അപ്പോൾ മനുഷ്യനിൽ പതിഞ്ഞത് ദൈവിക സ്വഭാവമായ സ്നേഹം. എന്താ തെളിവ്? മൃഗങ്ങൾക്കും പക്ഷികൾക്കും സ്നേഹമുണ്ട്, മനുഷ്യനും സ്നേഹമുണ്ട്. എന്താണ് വ്യത്യാസം? എന്തൊരു സ്നേഹമാണ് പശുക്കൾക്ക്. ഇപ്പോഴാണ് നമ്മുടെയൊക്കെ നാടുകളിൽ പശു വളർത്തില്ല. പക്ഷെ പശു വളർത്തിയ കാലത്തെ അറിയാം. ഒരു പശു പ്രസവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ തീറ്റാനെ കൊണ്ടേക്ക് രാവിലെ മാറ്റി കഴിയുമ്പോൾ ഒരു 3-3:30 ആകുമ്പോൾ ഈ പശു കിടന്ന് അലറാൻ തുടങ്ങും. എന്തിനാ? കുഞ്ഞിനെ കാണാൻ. ആ സ്നേഹം കണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സ്നേഹം കണ്ടോ? ആ കിടാവിനെ അങ്ങോട്ടൊന്ന് അഴിച്ചു വിട്ട് അതിന്റെ ഒരു വെപ്രാളം കണ്ടോ? അത് വഴി തെറ്റാതെ അമ്മയുടെ അടുത്തേക്ക് ചേർന്ന് കാണുന്നില്ലേ? ആ സ്നേഹം കണ്ടോണം. അത് തീർന്നില്ല. അമ്മ കണ്ണുകൊടുത്ത് പ്രാർത്ഥിക്കുകയാണോ? അല്ല. അമ്മ എന്ത് ചെയ്യും? ശരീരം മുഴുവൻ ഇങ്ങനെ പ്രസ് ചെയ്യും. അതിനാണ് നമ്മൾ പറയുന്നത് ചുരത്തിയെന്ന്. ശരീരത്തിന്റെ മസിൽ മുഴുവൻ ഇങ്ങനെ നമ്മൾ മസിൽ പിടിക്കുന്നത് പോലെ ശരീരം മുഴുവൻ പ്രസ് ചെയ്യുന്നറിയാവോ? മാക്സിമം ഈ കുഞ്ഞിന് പാല് കിട്ടാൻ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ അമ്മ എന്ത് ചെയ്യും? അറിയാവുന്നത് പറഞ്ഞു, ഒരു ക്ലാസ് അല്ലേ. എന്ത് ചെയ്യും? ഒന്നും ചെയ്യത്തില്ലേ അമ്മ പശു? കണ്ടിട്ടില്ലേ നിങ്ങളാരും? പുതിയ തലമുറയുടെ പ്രശ്നം അതാ. കിടാവിനെ എന്ത് ചെയ്യും? നക്കും. പൊടികളയിലല്ല, സ്നേഹം. എന്തോ ഒരു സ്നേഹമാ അല്ലേ ഈ പശുവിനെ കിടാവിനോട്.
എത്ര നാൾ ഉണ്ടെന്നറിയാവോ ആ സ്നേഹം? അതാണ് രസം. 8 മാസം. 8 മാസം കഴിയുമ്പോൾ അടുത്ത പ്രസവത്തിന്റെ ഹീറ്റിംഗ് ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുടിക്കാൻ ചെല്ലുന്നതിന് നക്കുകയല്ല, അമ്മയുടെ കൊമ്പിട്ട് റൊട്ടി അടിയ പോകളം പറയും. അപ്പൊ പീരിയോഡിക്കൽ ലവേ ഉള്ളൂ സൃഷ്ടികൾക്കെല്ലാം. പക്ഷിയായാലും മൃഗമായാലും എല്ലാത്തിനും മക്കളോടുള്ള സ്നേഹം പീരിയോഡിക്കൽ ലവ് അല്ലെങ്കിൽ സീസണൽ ലവ്. അത് കഴിഞ്ഞാൽ യാതൊരു ബന്ധവുമില്ല. നമുക്കോ മക്കൾ, കൊച്ചുമക്കളില്ലേ, ഈ വലിയപ്പന്മാരോട് ആ കൊച്ചുമക്കൾ കൂടുതൽ സ്നേഹം. അപ്പനാണെ അടിക്കുക, വലിയപ്പൻ അടിക്കത്തില്ല കേട്ടോ. അപ്പം ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ് സ്നേഹം. നിങ്ങൾ നോക്കിക്കേ, ഈ സിസ്റ്റങ്ങളൊക്കെ അങ്ങോട്ട് വലുതായി, സൗകര്യങ്ങളൊക്കെ അങ്ങോട്ട് വർദ്ധിച്ചു, കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ, ജീവിതത്തിന്റെ സുഗമത വന്നു കഴിഞ്ഞപ്പോൾ, കാര്യങ്ങൾ ഭംഗിയായപ്പോൾ, സാത്താൻ അതിവിദഗ്ധമായി ചെയ്ത പരിപാടി, ഞാൻ അക്രൈസ്തവ ലോകത്തിലേക്ക് കയറുന്നില്ല, ക്രൈസ്തവ ലോകത്തിലേക്ക് കയറുകയാണ്, സ്നേഹത്തെ മുറിച്ചു. എല്ലാ മേഖലകളിലും സ്നേഹം മുറിഞ്ഞ ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം പറയാനായിട്ടാണ് ഞാൻ പറയുന്നത്. ഭാര്യാഭർത്തൃ സ്നേഹം തകർന്നില്ലേ? ഡിവോഴ്സ് പെരുകിയില്ലേ? അക്രൈസ്തവ ലോകത്തേക്ക് നോക്കേണ്ട പ്രിയമുള്ളവരെ. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം മാറിയില്ലേ? മാതാപിതാക്കളോട് മക്കൾക്കുള്ള സ്നേഹം മാറിയില്ലേ? സാമൂഹ്യ പ്രവർത്തകരെടുത്ത ഒരു കണക്കിൽ ഏതാണ്ട് 30,000 അപ്പച്ചന്മാരും അമ്മച്ചിമാരും കേരളത്തിനകത്ത് വൃദ്ധസദനത്തിലുണ്ടെന്നാണ് കണക്ക്. കാരണം എന്തുവാണ്? സ്നേഹം മുറിഞ്ഞു. സഭകളിൽ സ്നേഹം മുറിഞ്ഞു. വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹം മുറിഞ്ഞോ? ലവ് ഇസ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. അതിനെ മുറിക്കാൻ സാത്താൻ വിദഗ്ധമായി സാധിച്ചു. സ്നേഹത്തിന് മുറിവേറ്റ സഭകളും വ്യക്തികളും കുടുംബവുമായി ക്രൈസ്തവഗോള മതപരിസ്ഥിതി കലാപങ്ങളും വഴക്കുകളും എല്ലാം. രണ്ടാമത്, സൗകര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പുതിയ തലമുറയ്ക്ക് ഒരു ചിന്ത, ഇനി എന്തിനാ ദൈവം? എല്ലാം വിരൽത്തുമ്പിൽ, എന്ത് വേണമെങ്കിലും വിരൽത്തുമ്പിൽ. ശരിയാണോ? പൊറോട്ട മുതൽ കാർ വരെ വിരളമർത്തിയാൽ വീട്ടിൽ വരും. വിരളമർത്തി അടിച്ചാൽ വീട്ടിൽ വരും. പൈസയും കൊടുക്കേണ്ട, ഫോണിൽ ഇങ്ങനെ കാണിച്ചാൽ മതി, അതും കഴിയേ. അപ്പൊ പുതിയ തലമുറയ്ക്ക് ഒരു ചിന്ത, ഇനി എന്തിനാ ദൈവം? ഇന്നത്തെ യുവതലമുറകളെ സാത്താൻ വഴിതെറ്റിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഇതിനാൽ സാത്താൻ മറ്റൊരു തന്മയത്തമായ കാര്യം ചെയ്തു. പാപത്തോട് ഭയമില്ലാതെയാക്കി ക്രൈസ്തവ ലോകത്തെ. പാപത്തോട് ഭയമില്ലാത്ത ഒരു ലോകമായി നമ്മൾ ഒരിക്കലും അക്രൈസ്തവ ലോകത്തിലേക്ക് തൽക്കാലം പോകണ്ട. പാപത്തോട് ഭയമില്ലാത്ത ഒരു ലോകമായി ക്രൈസ്തവ ലോകത്തെ മാറ്റി. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളോ? യെസ്, അതിനറിയാം. എന്നാൽ പാപം, ക്രൈസ്തവ ഗോളത്തിൽ പാപത്തോട് ഭയമില്ലെന്നായി. ഇങ്ങനെ ക്രൈസ്തവ ലോകം ഒരു ചാഞ്ചാടുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളുക, അപ്പോൾ പൊതുലോകത്തിലേക്ക് വന്ന് പൊതുലോകത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ഗൗരവം, ഇത്രയും അക്രമാസക്തരായ ഒരു തലമുറ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. പൊതുലോകം, ഇപ്പൊ ഞാൻ ക്രൈസ്തവ ലോകത്തെ പറഞ്ഞത്. പൊതുലോകത്തിലേക്ക് നോക്കിയാൽ നിയമം നിഷേധിക്കാൻ, കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ, ഹീനപ്രവൃത്തികൾ ചെയ്യാൻ, മ്ലേച്ഛത പ്രവർത്തിക്കാൻ, ലൈംഗികമായ ഏറ്റവും വലിയ അരാജകത്വം സൃഷ്ടിക്കാൻ ലോകത്തിൽ മനുഷ്യരെ തകർത്തു. മയക്കുമരുന്നുകൾ എന്ന് പറയും. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് മയക്കുമരുന്ന് ബിസിനസ്സാണ്. അതിനെ തളയ്ക്കാൻ ഒരു ഗവൺമെന്റ് ലോകത്തിൽ, ഇപ്പൊ കേരളത്തിൽ തീവ്ര വേട്ടയാ മയക്കുമരുന്നിനെ. ഒരു മൂലം തുടങ്ങി ഒരു മൂലം നിൽക്കും. മയക്കുമരുന്നിന്റെ ലോബി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സാത്താന്റെ ലോബിയാണ്. അത് വേൾഡ് വൈഡാ. ഒരു രാജ്യത്തിനും അതിനെ മാറ്റാൻ വെക്കാത്ത വിധത്തിൽ മയക്കുമരുന്നുകൾ
കുറ്റകൃത്യങ്ങൾ, മ്ലേച്ഛതകൾ, കൊലപാതകങ്ങൾ, എത്ര എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾ വാർത്തകളൊക്കെ വായിക്കുന്നറിയാം. ഇതുപോലെ മ്ലേച്ഛത ഉയർന്ന ഒരു കാലമില്ല. ഇന്ന് രാവിലെ വാർത്ത ലക്നൌവിൽ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്തെ കത്തി, മയക്കുമരുന്ന്, ഗർഭനിരോധന ഉപകരണങ്ങൾ. ടീച്ചേഴ്സ് അന്തം വിട്ടുപോയി. ഇന്ന് രാവിലെ വന്ന വാർത്തയാണ്. ലക്നൌവിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗിനകത്തിരിക്കുന്ന സാധനത്തിന്റെ പേരായി പറഞ്ഞത്. തുറന്ന് പറയുക. അപ്പൊ നോക്കിക്കോണം, പൊതുലോകം ധാർമ്മികമായി ഏറ്റവും അധപ്പതിച്ചു. അപ്പോൾ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ ഒരൊറ്റ ഭൂഗോളമേ ഉള്ളൂ ഈ ഭൂമി. കാരണം ഭൂമിയുടെ പ്രത്യേകത മറ്റ് ഗോളങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകത ഭൂമിക്ക് മാത്രം. നമുക്കറിയാം, നമ്മുടെ സോളാർ സിസ്റ്റം 8 ഗ്രഹം. നേരത്തെ 9, ഇപ്പോ 8. അത് മാറ്റിയതും ദൈവമക്കൾ ഞാൻ പോകുന്നില്ല. 8 ഗ്രഹങ്ങൾ. പിന്നെ ഈ സിസ്റ്റത്തിൽ മാത്രം, സോളാർ സിസ്റ്റത്തിൽ നമ്മൾ നിൽക്കുന്നത് ഗാലക്സിയുടെ പേര് ഏതാ? കുഞ്ഞുങ്ങൾ പറ. മിൽക്കി വേ, മിടുക്കൻ. അവന്റെ പേരെന്നാ? ഗുഡ്. മിൽക്കി വേ. എത്ര നക്ഷത്രം? 10,000 കോടി നക്ഷത്രം. നമ്മുടെ അയലോക്കാരുടെ ഒരു അൽഫാ സെഞ്ചുറി 20,000 കോടി നക്ഷത്രം. അതിന്റെ അപ്പുറത്ത് ആൻഡ്രോമീഡ 30,000 കോടി നക്ഷത്രം. അതിന്റെ അപ്പുറത്ത് വിൽപ്പോൾ ഫ്രിഡ്ജല്ല 40,000 കോടി നക്ഷത്രം. ഇങ്ങനെ കിടക്കുക. എല്ലാ പേരും പറയാത്ത നമ്മുടെ കൊള്ളത്തില്ല. വിൽപ്പൂളെ, സദാൻ, പിൻവീല്, ബോട്ട്സ്, സീഗാറ്, ഇങ്ങനെ കിടക്കുന്നതിൽ ഈ കണിയാമ്പാറ ഉൾപ്പെടെയുള്ള ഭൂമിക്ക് മാത്രം ചില പ്രത്യേകതയുണ്ട്. ലോകത്തിലെ സകല മനുഷ്യരും ഒരു അപ്പന്റെ മക്കളാണെന്നൂടെ തെളിയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതങ്ങ് ഒന്നിച്ചാ ഞാൻ പറയുന്നത്. ഇവിടെ കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, സായിപ്പുണ്ട്, ജപ്പാൻകാരുണ്ട്, എല്ലാം ഉണ്ട്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. വായിക്കുക. അപ്പോസ്തലപ്രവൃത്തി 17:26. ആക്ട്സ് 17:26. അപ്പോസ്തലപ്രവൃത്തി 17:26. ഭൂതലത്തിലെങ്ങും കൂടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ആദത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചുകൊണ്ട് തിരുവചനത്തിൽ പറയുമ്പോൾ ഭൂതലത്തിലെങ്ങും കൂടിയിരിപ്പാൻ ഒരുവനിൽ നിന്ന് സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ ശാസ്ത്രം അടിയവരായിട്ട് പറയുന്നു. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന 850 കോടി ജനവും പറ്റിയ അപ്പന്റെ മക്കളാണ്. അവർ തെളിയിച്ചു. കാരണം മനുഷ്യന്റെ മുഴുവൻ DNA, ഡെക്സിറൂബോന്യൂക്ലിക് ആസിഡ്, നമ്മുടെ ജനിതക സ്വഭാവം 99.991 മുഴുവൻ മനുഷ്യന്റെ DNA 1. തീർന്നില്ല. സായിപ്പിന്റെ, ജപ്പാൻകാരന്റെ, അമേരിക്കക്കാരന്റെ, മലയാളിയുടെ, തമിഴിന്റെ എല്ലാം ബോഡി ടെമ്പറേച്ചർ നോർമൽ 1, 98.4 അല്ലെങ്കിൽ 36.5. സായിപ്പ് വെളുത്തായിട്ട് ഒരിക്കലും കൂടുതലുണ്ട്. ഒരു പനിയാണ്. എല്ലാവരുടെയും ബോഡി ടെമ്പറേച്ചർ 1. സെയിം മെയിൽ ആൻഡ് ഫീമെയിൽ, BP, ഡയസ്റ്റോളിക്, സിസ്റ്റോളിക് എല്ലാവർക്കും നോർമൽ 170. നോക്കിക്കേ, ഇത് തന്നെ എല്ലാവരുടെ HB നോർമൽ 1. സാധാരണഗതിയിൽ എല്ലാവരുടെയും ശരീരത്തിൽ 5 ലിറ്റർ രക്തം. എല്ലാവരുടെയും ശരീരത്തിൽ, പുരുഷന്മാരുടെ ശരീരത്തിൽ 60%, സ്ത്രീകളുടെ ശരീരത്തിൽ 55% ജലം. അപ്പൊ ഈ യൂണിഫോമിറ്റി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഒരപ്പന്റെ മക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഈ 98.4 ടെമ്പറേച്ചറിൽ ജീവിക്കാൻ പറ്റിയ കാലാവസ്ഥ ഈ ഭൂമിയിലേ ഉള്ളൂ. അതായത് ചൂട് ആവറേജ് 20 ഡിഗ്രി എന്ന് പറയും. ഭൂമിയുടെ ചൂട്. നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ ചൂട് 36. ഗൾഫിലോട്ട് ചെന്നാൽ 48 അല്ലെ 50. പക്ഷെ പടിഞ്ഞാറൻ രാജ്യം ചെല്ലുമ്പോൾ -4. കാനഡയൊക്കെ ചെന്നാൽ -10. ചിക്കാഗോ -10. ആവറേജ് 20. എവിടെ? ഭൂമിയുടെ ടെമ്പറേച്ചർ. നമ്മുടെ ഏറ്റവും അയലോക്കക്കാരൻ എന്ന് പറഞ്ഞാൽ അറിയാവോ? നമ്മുടെ ഏറ്റവും അടുത്ത ഗോളം. ഞാൻ ചെറുപ്പക്കാർ കുട്ടികളെ കൂടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. പ്രായമുള്ളവർ ക്ഷമിക്കണം. അവരെ കൂടെ ഫോക്കസ് ചെയ്യാനാണ്. നമ്മുടെ ഏറ്റവും അടുത്ത ഗോളം ഏതാണെന്ന് അറിയാമോ? അറിയത്തില്ല? പറ. അറിയാവുന്ന പറ. കേട്ടില്ല? കേൾക്കാൻ പറ്റ? അല്ലല്ല,
ശുക്രൻ, വീനസ്, അവൻ നമ്മുടെ അയൽവക്കാരൻ. ചൊവ്വ 5.5 കോടി കിലോമീറ്റർ അപ്പുറം താണ്ടി. ശുക്രന്റെ നോക്കിക്കോണം, ശുക്രന്റെ ചൂട് കേൾക്കണം, 217 ഡിഗ്രി. നമുക്ക് ആവറേജ് 20. ഇനി തീർന്നില്ല ഈ ഭൂമിയുടെ പ്രത്യേകത. ഇനി ചൊവ്വയുടെ കാര്യം വന്നില്ലേ, അവിടുത്തെ ചൂട് എന്താ അറിയാവോ? 135 ഡിഗ്രി. 1000 ഭൂമിയുടെ വലിപ്പമുള്ള വ്യാഴത്തിന്റെ ചൂട് 125 ഡിഗ്രി. യൂറാനസിന്റെ ചൂട് 210 ഡിഗ്രി. നെപ്റ്റ്യൂണിന്റെ ചൂട് 212 ഡിഗ്രി. ഇതെല്ലാം സൂര്യപ്രകാശത്തിലുവാ, ഒരേ സൂര്യന്റെ വെട്ടമാ. അത് ഈ കണിയാമ്പാറ വരുമ്പോ എങ്ങനെയായി? അതാണ് ദൈവത്തിന്റെ ക്രമീകരണം. മേളിലാക്കി തട്ടിട്ട് റെഡിയാക്കി. തീർന്നില്ല. ഈ ഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വേറെ ഒരു ഗോളത്തിനുമില്ല. ഇവിടുത്തെ പ്രത്യേകത 12 മണിക്കൂർ രാത്രി, ആവറേജ് 12 മണിക്കൂർ പകൽ. ശുക്രൻ എന്ന് പറഞ്ഞില്ലേ നമ്മുടെ അയൽവക്കാരൻ, അവന്റെ രാത്രി കേൾക്കണോ? ഒന്ന് ഇരുട്ടിയ നേരം വെളുക്കാൻ 210 ദിവസവും. ഒറ്റ രാത്രിയാ 210 ദിവസം. ഉറങ്ങാൻ കൊതിയുള്ളവർ അങ്ങോട്ട് പോയാൽ മതി. 1.5 ഉറക്ക ഒരു ബർത്ത്ഡേ. അപ്പൊ ഈ 12 മണിക്കൂർ രാത്രി, മതിയായ ചൂട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ മാത്രം ഗ്രീനറി, ഹരിതവർണ്ണങ്ങൾ. ഇവിടെ മാത്രം ഓക്സിജൻ 550 ലിറ്റർ മോളെ ഒരു ദിവസം വലിച്ചു കയറ്റുന്നത്. വീഡിയോ വെച്ച ഓക്സിജൻ 550 ലിറ്റർ ഡെയിലി ഓക്സിജൻ. കുടിക്കുവാനുള്ള വെള്ളം, ഇതെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഭൂമി മനുഷ്യവർഗത്തിന് യോഗ്യമല്ലാത്ത ഒരു ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ചൊവ്വയിലേക്കൊക്കെ ഇവര് പോകുന്നത് എന്തിനാണെന്നറിയാവോ? അവിടെ ഇവിടം പറ്റുകയാണെന്ന് മനസ്സിലായി. വേറെ വല്ലതൊന്നും തപ്പുക. ഈ ഭൂമിയുടെ ഗ്യാരണ്ടി തീരുകയാണ്. ഇതാണ് പൊതുലോകത്തിന്റെ ഭയം. ഇവിടെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ലോകത്തിന് വന്നൊരു ചേഞ്ച് ആരും സാധാരണഗതി ചിന്തിക്കുന്നില്ല. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചു? സഹകരിച്ച നിങ്ങൾ അതിന്റെ ക്ലാസ്സാണ്, കൺവെൻഷനല്ല, ബൈബിൾ ക്ലാസ്സാണ്. ആ ചേഞ്ച് മനസ്സിലാക്കാനാ. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ നേരെ വന്ന മനുഷ്യനെയാണോ സൃഷ്ടിച്ചത്? അല്ല. എന്തെല്ലാം സൃഷ്ടിച്ചു? ഈ ദൈവദാസന്മാർക്ക് എന്ന് പ്രസംഗിക്കുന്നത് നമുക്കറിയരുത്. നിങ്ങളത് സഹകരിച്ച് ഒന്നും ഉണ്ടാക്കിയില്ലേ? നേരെ വന്ന ആദാമിനെയാണ് ഉണ്ടാക്കിയത്. ഈ ഭൂമിയിൽ മനുഷ്യന് വേണ്ടുന്നത് മുഴുവൻ സൃഷ്ടിച്ചു. മനുഷ്യന് ഭക്ഷിക്കാൻ, ജീവിക്കാൻ വേണ്ടിയത് മുഴുവൻ സൃഷ്ടിച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഇന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ? ഏദൻ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച ഒറ്റ പച്ചക്കറി ഇന്ന് ലോകത്തിലില്ല. നിങ്ങൾ ഉച്ചയ്ക്ക് സാമ്പാറിനിട്ട കഷണവും തോരൻ വെച്ചതും മെഴുക്ക് വരട്ടിയതും ഉണ്ടല്ലോ, അതൊന്നും തമ്പുരാൻ സൃഷ്ടിച്ചതല്ല. അത് കോളിഫ്ലവർ ആയാലും ടൊമാറ്റോ ആയാലും പൊട്ടറ്റോ ആയാലും അതെല്ലാം പണ്ടേ പോയി. ഇത് അത്യുൽപാദന ശേഷിയുള്ള സയൻസ് സൃഷ്ടിച്ചതാ ഇന്ന് ഉച്ചയ്ക്ക് അടിച്ചത്. രാവിലെ പൊരിച്ച മുട്ടയുണ്ടല്ലോ, തമ്പുരാന്റെ കോഴിയുടെ അല്ല, അതൊക്കെ പണ്ടേ പോയി. തമ്പുരാന്റെ കോഴി ഒറ്റയെണ്ണ ഈ ലോകത്തിലില്ല, അതെല്ലാം പോയി. ഇതൊക്കെ പുതിയ സൃഷ്ടി. ആശയം നിങ്ങൾ മനസ്സിലാക്കണം. തമ്പുരാൻ സൃഷ്ടിച്ച പശുവിന്റെ ഭാര്യയാണല്ല 4 മണിക്ക് ചായ കുടിച്ചത്. അതല്ല ഇപ്പോൾ ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടെത്തലാ. നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ പരിണത ഫലം കേൾക്കണോ? ഇന്ന് രോഗമില്ലാത്ത ആളുകളില്ല. ഒരു സിക്ക് വേൾഡായി മാറി. എന്തെങ്കിലും ഒരു അസുഖമില്ലാത്ത ആളോ? 10 കാരണങ്ങളായി ലോകത്തിന് പ്രധാനമായി. അതിൽ ഒരു കാരണമേ ഉള്ളൂ, പാപം. രോഗം വരാൻ പ്രധാനമായിട്ട് 10 കാരണമായി. എല്ലാം ഞാൻ പറയുന്നില്ല. ഒന്ന് പാപം. പാപം നിർത്ത രോഗം വരും. ആ ക്രിസ്താക്കോളൊക്കെ 38 വർഷം കിടന്നവരുടെ കുഴപ്പം പാപമാണ്. കാരണം കർത്താവ് അത് നോക്ക്, സൗഖ്യമായല്ലോ, അധികം തിന്മയായിട്ട് വഹിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. ആചാരം കിടന്നത് പാപം നിർത്തമാണ്. എന്നാൽ ജന്മനാലെ ഒരു കുരുടനായ പാപം നിർത്തമല്ല. രോഗം വരാൻ പല കാരണം. പാരമ്പര്യത്തിൽ രോഗം വരും. കുഞ്ഞുങ്ങൾക്ക് അപ്പന്മാരെ കിഴക്കമുത്തൂർ 1 ഏക്കർ സ്ഥലം, കോഴഞ്ചേരിയിലെ 1 ഏക്കർ സ്ഥലം,
ബാങ്കിൽ കിടക്കാൻ ലക്ഷം എല്ലാം കൊടുത്ത കൂട്ടത്തില് അപ്പന്റെ ഡയബറ്റിക്കും അമ്മയുടെ ബിപിയും കൂടെ കൊടുത്ത് അതിലോട്ട് വിടുന്നു. അപ്പൊ പാരമ്പര്യം കൊണ്ട് രോഗം വരും, ജന്മനാൽ രോഗം വരും, ഒരുപാട് കാര്യമുണ്ട്. പിന്നെ ഉറക്കമില്ലെങ്കിൽ രോഗം വരും. പാതിരാവരെ മൊബൈലും വെച്ചോണ്ടിരുന്നാൽ അവർ രോഗിയാവും. അങ്ങനെ 10 കാരണങ്ങളാണ് രോഗം. അതിലേറ്റവും പ്രധാനം ക്ലൈമറ്റ് മാറി. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ പൊല്യൂട്ടഡാ. ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നത് തമ്പുരാൻ വെച്ചത് 7 മിക്സറാണ്. 79% ഓക്സിജൻ, 20% നൈട്രജൻ, ബാക്കിയുണ്ടല്ലോ ആർഗൺ, മിഥൈൽ, നിയോൺ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ്. ഇങ്ങനെ 7 എണ്ണമാണ്. ആർഗോൺ, മിഥൈൽ, നിയോൺ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതെല്ലാം നമുക്ക് വേണം. അതിൽ മിഥൈൽ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വിഷമാണ്. അത് 7 മിനിറ്റ് ചോർന്നതാ. ഭോപ്പാൽ 10,000 മരിച്ചത്. പക്ഷെ തമ്പുരാനാണ് നമ്മുടെ ഇതിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്ന എങ്ങനെയോ 0.0001 മിഥൈൽ. ആ മിഥൈല് വലിച്ചുകൊണ്ട് അമ്മാമ 2 മണിക്കൂർ ഇരുന്നാലും നടുവിൽ വേദനയില്ലാത്തത്. പക്ഷെ ഈ കോമ്പിനേഷൻ എല്ലാം മാറി പൊല്യൂട്ടഡ്, ശ്വസിക്കുന്നത് മുഴുവൻ പകുതിയും വിഷമാണ്. അതിനായി പത്രത്തിലൊക്കെ കാണുന്ന അന്തരീക്ഷ മലിനീകരണം. കുടിക്കുന്ന വെള്ളം, ദുഃഖകരമായ വാക്ക് പറയാം. ഞാനൊരു താമസം നമ്മുടെ ചാനലിൽ വിശ്വാസിയായിരുന്നു. യോജനയ്ക്ക് അറിയായിരിക്കും, പ്ലസ് ആയി ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷെ സംഭവം വേറെ ആയിപ്പോയി. ഡാളസിലെ ചാനലിലെ വിശ്വാസിയായിരുന്നു, ഗാന്ധിക്കാരനാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നാട് കാണാൻ വന്ന ഭാര്യ ഭർത്താവും 3 ആഴ്ചത്തേക്ക് ഇവിടെ വന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം മുതൽ 2 പേർക്കും ഹെപ്പറ്റൈറ്റിസ് ബി. ഡാളസ് ഹോസ്പിറ്റൽ റിസർച്ച് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണ്. ആ ബ്ലസ്സൻ പറഞ്ഞ് കേൾക്കണം. കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ തിരിച്ച് കയറുന്നിടം വരെ ഞങ്ങളുടെ റാണിയിലെ കിണറ്റിലെ വെള്ളം പോലും ഞാൻ കുടിച്ചില്ല. ഞാൻ കുടിച്ചത് മുഴുവൻ മിനറൽ വാട്ടർ, ബോട്ടിൽ വാട്ടറാണ്. ഞങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവഗീതം വേറൊന്നായിരുന്നു. ബ്ലസ്സൻ നിത്യതയിൽ പ്രവേശിച്ച സഹോദരി രക്ഷപ്പെട്ടു. എന്താ? മായം. ലോകത്തിൽ മായം ചേർക്കാത്ത വസ്തുവില്ല. ഈ ലോകത്തിന്റെ സ്ഥിതി നിങ്ങൾ നോക്കണം. നമ്മൾ നിൽക്കുന്ന അപകടപ്പെടുത്തിയൊരു ലോകം. എല്ലാം മായം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഗ്ലൂക്കോസിനകത്ത് വരെ മായം. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ പൊല്യൂട്ടഡാ, മുഴുവൻ മായം. അതാണ് ഈ ബ്രീത്തിങ് പ്രോബ്ലം. ചുമ അങ്ങനെ ഒരു പരക്ക് വരുന്നില്ലേ, അതാ വെല്ലുവിളും നമ്മൊന്നും അല്ല. അതിതാ ഈ പൊല്യൂട്ടഡാ രോഗം. അതിലൂടെ ഈ ഇന്നത്തെ കുത്തൊഴുക്കുള്ള ജീവിതം, സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത പൊതുലോകം. ഈ ലോകത്തിൽ എനിക്ക് അഭിമാനവും സന്തോഷമുണ്ട്. സമാധാനമുള്ളത് ദൈവമക്കൾക്കല്ലാതെ ആർക്കുമില്ല. നിങ്ങൾ ലോകത്തിന് മുഴുവൻ സഞ്ചരിക്കണം. സമാധാനമില്ലാതെ ഒന്ന് ഉറങ്ങണമെങ്കിൽ ഗുളിക 2 എണ്ണം അടിച്ചാൽ എന്നാലും ഒരു ഉപ്പിടുന്നോ എന്നോട് നോക്കും. എന്താ സ്ലീപ്പിംഗ് പിൽസ് 5 mg ഒക്കെ സന്തോഷ് ഭാഷ കൊടുത്ത പുള്ളി ഒരാഴ്ച കിടന്നു. ആക്റ്റീവിന് 5 mg സന്തോഷ് ഭാഷ കൊടുത്താൽ ഒറ്റയാഴ്ച പുള്ളി കിടന്നു. അത് 10 അടിച്ചു കഴിഞ്ഞ ആഴ്ച രാത്രി 15 കൊടുത്തന്നെ വിളിച്ചു. പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കണം, 10 അടിച്ചിട്ട് ഉറങ്ങുന്നില്ല. അതാ ലോകം. ഉറക്കമില്ലാത്ത ലോകം, സമാധാനമില്ലാത്ത ലോകം, ആരെയും പൊതുലോകത്തെ ഞാൻ പറയുന്നത്, ആരെയും വിശ്വാസമില്ലാത്ത ലോകം, ഏത് അധർമ്മവും നടത്തുന്നതിന് ഒരു മടിയുമില്ലാത്ത ലോകം, ആകാശത്തോളം മ്ലേച്ഛത ഉയർന്ന ലോകം. കൃപ വന്നതിന്റെ ഭാഗ്യം കൂടെ ഓർത്തോണം. പൊതു ലോകം തകർന്ന് തരിപ്പണമായി. ക്രൈസ്തവ ലോകത്തിൽ സത്ത പരമാവധി അവന്റെ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുന്നു. ഇതിന്റെ രണ്ടിന്റെയും കൂടെ കാരണം പഠിക്കുമ്പോൾ ഒന്ന് നമുക്കറിയാം, കൃപായുഗം ഇവിടെ തീരാൻ പോകുന്നു. 2, ഡെവലപ്ഡ് വേൾഡ് ആരംഭിക്കാൻ പോകുന്നു. കൃപായുഗം ഈ തലമുറയിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് ദൈവദാസന്മാരുടെ സെൻട്രൽ എല്ലാവരും പറഞ്ഞില്ലേ? ഞാനൊരു കാര്യം തീർത്ത് പറയാം. എന്റെയും നിങ്ങളുടെയും തലമുറ കർത്താവിന്റെ വരവിന്റെ തലമുറയാണ്. ഇനിയൊരു തലമുറയില്ല. അതാ ഞാൻ പറഞ്ഞത്, ക്രൈസ്തവ ലോകത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ്. ഈ തലമുറയിൽ കർത്താവിന് തെളിയിക്കാൻ വചനത്തിൽ കൂടി പറഞ്ഞേച്ചു പോകുകയല്ല, പ്രൂവ് ചെയ്യാൻ 3 ദിവസം ഉണ്ടല്ലോ. പ്രൂവ് ചെയ്തിട്ട് ഞാൻ പോകത്തുള്ളൂ. ഈ തലമുറയിൽ കർത്താവ്
അപ്പോൾ ഒരു ചോദ്യം വരും. അത് അധികം ചോദിക്കുന്ന ഈ മടിയന്മാർ, പിന്നെ പഠിക്കണോ ബിസിനസ് ചെയ്യണോ, കൃഷി ചെയ്യണോ, അല്ലേ? പഠിക്കണോ? ചെറിയൊരു ചിന്ത വന്നില്ലേ? ഇനി പഠിക്കുന്ന കാര്യത്തിലുണ്ട്. അതിന്റെ ഒരു ഉത്തരം പറയാം. തമ്പുരാൻ വെച്ചിരിക്കുന്നത് ഭൂമി ഉള്ളിടത്തോളം വിതയും കൊയ്ത്തും ഉഷ്ണവും ശീതവും. സിസ്റ്റത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ 400 വർഷത്തെ അടിമത്തം കഴിഞ്ഞ് ഇസ്രായേൽ മക്കൾ ഇറങ്ങാൻ പോകുക. നമ്മൾ ശ്രദ്ധിച്ചോണം. കർത്താവ് പറഞ്ഞു, ഇന്ന് അർദ്ധരാത്രിയിൽ നിങ്ങളെ ഞാൻ പുറപ്പെടുവിക്കും. ഇന്ന് അർദ്ധരാത്രിയിൽ സംഹാരദൂതൻ ഈ രാജ്യത്തൂടെ പോകും. ഇന്ന് അർദ്ധരാത്രി 4 ദിവസം മുമ്പ് പറഞ്ഞു സൂക്ഷിക്കണം. അറിയാമല്ലോ, അത് ഞാൻ വിശദീകരിച്ച് വരുന്നത്. നിങ്ങൾ തയ്യാറാകണം. പിന്നെ കുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കണം, സന്ധിക്ക് അറക്കണം, കുർബാനൊക്കെ പിറക്കണം, പണിയും കൈ പിടിച്ച് ആരെയും കെട്ടി റെഡിയായിട്ട് വേണം കഴിക്കാൻ എന്ന് പറഞ്ഞപ്പോ ഇന്നാണ് വിചാരിച്ചു വ്യാഴാഴ്ച. അപ്പൊ ഇന്ന് അർദ്ധരാത്രി നിങ്ങൾ എന്നോടുണ്ടോ ഉണ്ടല്ലേ? ഇന്ന് അർദ്ധരാത്രിക്ക് പുറപ്പെടണം അവർ. ഇന്ന് 6 മണിക്ക് അവർ സ്വസ്കാ കഴിക്കണം. ഇസ്രായേലിന്റെ ദിവസം അവസാനിക്കുന്ന 6. അപ്പം ഇന്ന് 6 മണിക്ക് സ്വസ്ക കഴിക്കണം. പിന്നെ കേട്ടോണം, ഇന്ന് അരി ചെരുപ്പോക്കിട്ട് അരി എങ്ങനെ അറിയാം? പിന്നെ ഷർട്ടും പാൻറ്റും സാരി കൊടുക്കാൻ നേരമില്ലെന്ന് മലയാളിയുടെ ഭാഷ ശരിയാണോ എന്ന് പറഞ്ഞപ്പോ സാധാരണഗതി അന്ന് ജോലിക്ക് പോകണോ? ഇന്ന് രാത്രി പുറപ്പെടാൻ പോവുകയല്ലേ? അന്ന് ജോലിക്ക് പോകണോ? അന്നാ പാടും. ഉച്ച കഴിഞ്ഞ് പോയേക്ക് ഹാഫ് ഡേ ലീവ് എടുക്കണോ? ഇത് നമുക്കൊരു നിഴല. നമ്മളെ ഏൽപ്പിച്ചത് എന്തോ അത് ചെയ്യേണ്ട പോലെ ചെയ്തുകൊണ്ടിരിക്കുക. കാഹളം കേൾക്കുന്നവർ രൂപാന്തരപ്പെടുക. പഠിക്കേണ്ടവർക്ക് പഠിക്കണം, ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് ചെയ്യണം, കൃഷി ചെയ്യുന്നവർ കൃഷി ചെയ്യണം, കാര്യങ്ങൾ നടക്കുന്നവർ കാര്യം നടക്കണം. ഏത് സമയത്ത് മണവാളൻ വന്നാലും പോകാൻ തയ്യാറായിട്ട് നിൽക്കാനാണ് ദൈവസഭ ഈ ക്ലാസ് എടുക്കുന്നത്. ഇത് രക്ഷിക്കപ്പെടുത്താനല്ല, രക്ഷിക്കപ്പെട്ടവർ സ്വർഗത്തിൽ പോകാൻ തയ്യാറാക്കാൻ. കാരണം ഈ തലമുറ വഴിതിരിയാൻ പോകാം. ഒന്ന്, ലോകം ഡെവലപ്ഡ് വേൾഡിലേക്ക് വരും. ഒരുവൻ ഈ ലോകത്തെ ഭരിക്കും. അതാണ് ഞാൻ പഠിപ്പിക്കാൻ ചിന്തിക്കുന്നത് കൂടുതലായിട്ട്. ഒരുവൻ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ പോവുകയാണ്. അവന്റെ പേര് നമുക്കൊക്കെ കാണാൻ പാടാം. എന്തുവാ? സഹോദരി ദൈവമക്കൾ പറയാം. ദൈവസഭല്ല. ആരാ? ക്രിസ്തു. പൊതുലോകം അത് അറിയുന്നില്ല. പക്ഷെ അറിയാതെ അവരറിയുന്നുള്ളൂ. ഞാൻ എന്റെ തെളിവെല്ലാം കൊണ്ടുവരാം. ഈ തലമുറയിൽ കൃപയിൽ നിൽക്കുന്ന രക്ഷിക്കപ്പെട്ട കൃപ കളയാത്തവർ മുഴുവൻ രൂപാന്തരപ്പെടും. അഭിഷേകമുള്ളവർ ആരെല്ലാം ഉണ്ടോ, അഭിഷേകത്തിന്റെ ശക്തിയിൽ നിൽക്കുന്നവർ എല്ലാവരും രൂപാന്തരപ്പെടും. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച്. ലോകം എതിർ ക്രിസ്തുവിന്റെ കയ്യിലോട്ട് വീഴും. ലോകം ഒരുങ്ങി കഴിഞ്ഞു. 2025 ഇത്. 2025 ജാനുവരി 24 പ്രമുഖ ലോകത്തിലെ പേപ്പറുകളിലെല്ലാം ഒരു വാർത്ത വന്നു. ജാനുവരി 23 നടന്ന ഒരു സംഭവമാണ്. ഈ വർഷം 24 ആ വാർത്ത വന്നത്. നമ്മുടെ മലയാളത്തിന്റെ പ്രമുഖ പത്രങ്ങളിലെല്ലാം വന്നു. അവരൊരു നല്ലൊരു പത്രം ഇട്ട തലക്കെട്ട അതിരുകളില്ലാത്ത ലോകമെന്ന് മലയാള മനോരമക്കാർ എഴുതിയത്. ഈ വർഷം ജാനുവരി 23 സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായ ജനീവയിൽ ലോകരാഷ്ട്ര തലവന്മാർ ഒന്നിച്ചുകൂടി. ഏതെല്ലാം രാജ്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ലോകരാഷ്ട്ര തലവന്മാർ ഒന്നിച്ചുകൂടി ഒരു എഗ്രിമെന്റിനെ ഒപ്പിട്ടു. ആ എഗ്രിമെന്റ് എന്താണെന്നറിയാമോ? നമ്മുടെ എല്ലാ രാജ്യങ്ങളിലെ അതിർത്തികളിലെ സേനകളെ പിൻവലിക്കാം, അതിർത്തികൾ തുറന്നിടാം, പൗരന്മാർ ലോകത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കട്ടെ. ഇതിന് നേതൃത്വം വഹിച്ചത് യുണൈറ്റഡ് നേഷൻസ് ആണ്. അതിന്റെ സെക്രട്ടറി ജനറൽ ഒരാളായ ഇവലിൻ മിസ്സി പത്രക്കാരോട് പറഞ്ഞൊരു വാക്ക് കേൾക്കണം. അടുത്ത തലമുറയ്ക്ക് ഞങ്ങൾ നൽകുന്ന സമ്മാനമാണ് എന്താണെന്നറിയാവോ? ഒരേക ലോക സിസ്റ്റം ഞങ്ങൾ കൊണ്ടുവരും. വൺ വേൾഡ് സിസ്റ്റം ഞങ്ങൾ കൊണ്ടുവരും.
അപ്പോൾ വെളിപ്പാട് 13:1 വായിക്കാം, വെളിപ്പാട് 13:7 വായിക്കാം. നിവർത്തിക്കാൻ പോവുക. വെളിപ്പാട് 13:1, വെളിപ്പാട് 13:7. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. കണ്ടോ, ഇതാണ് 10 കൊമ്പൊക്കെ ദൈവമക്കൾക്ക് അറിയാം. ഞാൻ അതിനെ കുറിച്ച് പറയാമെന്നില്ല, വേണമെങ്കിൽ പറയാം. 10 കൊമ്പ്, 7 തല, 10 രാജമുടി. രാജമുടി അവന്റെ പവറാ. 10 രാജമുടി, അത് നമുക്ക് നമ്മളെ ചിന്തിക്കാം. 10 അവന്റെ പവറാണ്. ഇവനാണ് ആന്റി ക്രൈസ്റ്റ്. ഇവൻ എങ്ങനെ വഹിക്കും? 7 വഹിക്കാം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈബിളിലോട്ട് അടിവരയിടണം. സകല ഗോത്രത്തിന്മേലും, വംശത്തിന്മേലും, ഭാഷമേലും, ജാതിമേലും അധികാരവും ലഭിച്ചു. അവൻ അധികാരം കിട്ടാൻ പോവുക. ഈ അധികാരം കിട്ടണമെങ്കിൽ അതിനു മുമ്പ് ലോകം ഒരു പ്രത്യേക സംഭവത്തിൽ പോകണം. കാരണം എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ ഈ ഭൂമി കിട്ടണമെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അവന്റെ കൽപ്പന അനുസരിച്ച് സ്വർഗത്തിൽ നിന്നുള്ളതായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ച ദൈവമക്കൾക്ക് മാത്രം ഈ ഭൂമിയിൽ ഒരു പ്രത്യേക പദവിയുണ്ട്. എന്നറിയാവോ? ഇത്രയും കൂടി ഞാൻ തോന്നുന്നു. രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വിശുദ്ധിയിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രത്യേക പദവിയുണ്ട്. എന്താ? 2 പദവിയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പതിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുക. ചോദ്യം ചോദിച്ചാലെ കുഴയ്ക്കാനൊന്നും അല്ല, തെറ്റിദ്ധരിക്കരുത്. പ്രസംഗിച്ചു പോയാൽ കൺവെൻഷൻ പോലെ പോകും. ഇങ്ങനെ ചോദിച്ചാൽ ദാറ്റ് വിൽ ഇംപ്രൂവ് യുവർ മൈൻഡ്. നമ്മുടെ പ്രത്യേകത രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾ അല്പം കൂടെ പച്ചമലയാളത്തിൽ പറഞ്ഞ പെന്തിക്കോസ്തുകാരുടെ പ്രത്യേകത ഒന്ന്, നമ്മൾ ആരാന്നറിയാവോ? ക്രിസ്തുവിന്റെ ശരീരമാണ്. എന്തുവാ? എഫേസ്യർ 1:21 കൊലോസ്യരിൽ കാണാം. സഭ എന്ന് പറയുന്നത്, ശാരോൺ എന്ന് പറയുന്നത് നമ്മൾ ഫെലോഷിപ്പിൽ അറിയപ്പെടുന്നെങ്കിലും ഇത് ക്രിസ്തുവിന്റെ ശരീരം. ക്രിസ്തുവിന്റെ ശരീരമാണ് ഞാനും നിങ്ങളും. ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്നാ അറിയാം? വായിക്കാൻ മോളെ, ഫിലിപ്പിയർ 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. നിങ്ങൾ എന്നോട് സഹകരിക്കണം, എന്നാലും ഇത് മനസ്സിലാകത്തുള്ളൂ അതിന്റെ പ്രത്യേകത. സ്വർഗത്തിൽ പൗരത്വമുള്ളവരെല്ലാം ഒന്ന് കരങ്ങളെ ഉയർത്തിക്കേ. സ്വർഗത്തിൽ പൗരത്വമുള്ളവരെല്ലാം. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ത്യയിൽ പൗരത്വമുള്ളവരുടെ കരങ്ങൾ ഉയർത്തിക്കേ. അറിയില്ലേ? നമ്മളെല്ലാം ആരാ? ഇന്ത്യക്കാരാ. എന്താ തെളിവ്? നമ്മുടെ ഇരിക്കുന്ന ആധാർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ ഇരിക്കുന്ന പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട്. തീർന്നില്ല, നമ്മുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ട്. പ്രായപൂർത്തി ഇല്ലേ? അവിടെ മാത്രമേ ഉള്ളൂ. വീട്ടുകാരെ അടയ്ക്കുന്നവരല്ലേ? അപ്പൊ എവിടെ ഉണ്ട് പേര്? പഞ്ചായത്തിൽ പേരുണ്ട്. വസ്തുക്കാരെ അടയ്ക്കുന്നില്ലേ? വില്ലേജിൽ പേരുണ്ട്. പിന്നെ ഈ ഫെഡറൽ ബാങ്കിലൊക്കെ പോകുന്നില്ലേ, SBI ഒക്കെ, അപ്പൊ അവിടെയും പേരുണ്ട്. ശരിയാണോ? ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലി ചെയ്യുന്നിടത്ത് പേരുണ്ട്, റോളിനകത്ത്. കോളേജിലോ സ്കൂളിലോ പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ പേരുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് ഇവിടെ എന്തുണ്ട്? പറഞ്ഞേ, പൗരത്വം. പക്ഷെ ഒരു കാര്യം കേൾക്കണോ? മരിച്ചു കഴിഞ്ഞാൽ ആദ്യം റേഷൻ കാർഡിനെ കിട്ടും, പിറ്റേ ദിവസം വോട്ടേഴ്സ് ലിസ്റ്റിലെ കിട്ടും, പിറ്റേ ദിവസം സന്തോഷ് ശാഖ രജിസ്റ്ററിലെ കിട്ടും, പിറ്റേ ദിവസം കോളേജിലെ വെട്ടി പേര്. ജോലി ചെയ്യുന്ന സ്ഥാപനം പിറ്റേ ദിവസം എക്സ്പയർഡ് എന്ന് എഴുതി വെക്കും. ബാങ്കിൽ ചെന്നാൽ കൈ കിട്ടുകയില്ല. ശരിയാണോ? മരിച്ചവരെ കൈ കിട്ടുമോ? അപ്പൊ നിങ്ങളുടെ കാര്യം ബുദ്ധിയും മനസ്സിലാക്കണം. ഇന്ത്യ ഗവൺമെന്റ് പൗരത്വം തന്നിരിക്കുന്ന ഈ ശരീരത്തിനാണ്. ഇന്ത്യ ഗവൺമെന്റ് പൗരത്വം തന്നിരിക്കുന്ന ഈ ശരീരത്തിനാ. ഈ ശരീരം മണ്ണിനോട് ചേരുമ്പോൾ മുഴുവൻ വെട്ടിക്കളയുന്നെങ്കിൽ സ്വർഗം പൗരത്വം നൽകിയിരിക്കുന്നത് ആത്മാവിനാണ്. ആ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാവുന്ന വാഗ്ദത്തമുണ്ടെങ്കിൽ എതിർ ക്രിസ്തുവിനെ പെടും മുന്നേ സ്വർഗത്തിൽ പേരെഴുതിയ
പോകുന്ന ഏറ്റവും വലിയ ഒഴിച്ചുമാറ്റലാണ് മൂന്നാമത്തെ ഇവാക്യുലേഷൻ. ചരിത്രത്തിൽ 2 ഇവാക്യുലേഷൻ നടന്നു, ഒഴിച്ചുമാറ്റൽ. അതിനേക്കാൾ വലിയ ഒഴിച്ചുമാറ്റലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ചരിത്രം പഠിച്ചാൽ ഒഴിച്ചുമാറ്റം നടന്നു. ഒന്ന്, ഈ സെക്കൻഡ് വേൾഡ് വാർ കൂടെ മുറുകിയപ്പോൾ ഹിറ്റ്ലറാണ് ചാൻസലറെ ജർമ്മനിയുടെ. അയാൾ പരസ്യമായിട്ട് പറഞ്ഞു ബ്രിട്ടീഷുകാരുടെയാണ് സാമ്രാജ്യം, സുഖം ശ്രമിക്കാത്ത സാമ്രാജ്യം ബ്രിട്ടീഷുകാരുടെ. ഹിറ്റ്ലർ പറഞ്ഞു ബ്രിട്ടീഷുകാരൻ യൂറോപ്പിൽ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ കൊല്ലു. ജോർജ് 6 ചക്രവർത്തി, വിൻസ്റ്റൺ ചർച്ചിലാണ് പ്രധാനമന്ത്രി. അവർ ഭയങ്കര പ്രയാസം, ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി. അയാൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ബ്രിട്ടീഷുകാരെ എവിടെ കണ്ടാലും കൊല്ലും. പക്ഷെ ബ്രിട്ടീഷുകാർ വളരെ തന്മയത്വമായി വളരെ വേഗം യൂറോപ്പിലുണ്ടായിരുന്ന മുഴുവൻ ബ്രിട്ടീഷുകാരെ ഒഴിച്ചു മാറ്റി. അതാ ഒന്നാമത്തെ ഇവാക്യുലേഷൻ. രണ്ടാമത്തെ ഇവാക്യുലേഷൻ ഇന്ത്യക്കാർക്ക് അഭിമാനമാണ്. 90കളിൽ കുവൈറ്റ് സദാം ഹുസൈൻ കയറി പിടിച്ചു. അവരുടെ 24ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. കുവൈറ്റിന്റെ രാജാവായ അമീർ ഓടിപ്പോയി, ഭരണകർത്താക്കളെല്ലാം ഓടിപ്പോയി. ആ പഴയ കോട്ടയം ജില്ലയിൽ അത്ര വലിപ്പമുള്ള രാജ്യമായി കുവൈറ്റ്. എയർപോർട്ട് അടച്ചു, പലസ്തീനികൾ കയറി, കൊള്ളയടി തുടങ്ങി, കടകളെല്ലാം അടച്ചു. 10,000-കണക്കിന് മലയാളികളുള്ള ഇന്ത്യക്കാരവിടെ കുടുങ്ങി. അന്നത്തെ ഗവൺമെന്റിന്റെ വിദേശകാര്യമന്ത്രി മിസ്റ്റർ ഗുജറാത്ത് അദ്ദേഹം രാത്രിക്ക് ഇറാഖിൽ പറഞ്ഞു തന്നു. സദാം ഹുസൈനോട് പറഞ്ഞു ഇന്ത്യക്കാരെ ഒഴിച്ചു മാറ്റാൻ നിങ്ങൾ സമയം തരണമെന്ന് പറഞ്ഞു. അപ്പൊ യുദ്ധം മുഴുവൻ അമേരിക്കക്കാരെ വരാൻ പോവുക, അയച്ചു തകർക്കാൻ. അന്നത്തെ തൊടുപുള്ള കാര്യം ഓർമ്മയുള്ള കാണും ഞാൻ വിചാരിക്കുന്നു. ഡെയിലി പരിമിതി ഉണ്ടായിട്ടും ഡെയിലി എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പൊങ്ങി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുവൈറ്റിലുള്ള ഇന്ത്യക്കാരോട് പറഞ്ഞു നിങ്ങളുടെ വിസ വേണ്ട, നിങ്ങളുടെ ജോലി ഒരു വിഷയമല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസമോ ഒന്നും ഒരു വിഷയമല്ല, വിദ്യാഭ്യാസമോ ജോലി ഒന്നുമല്ല. 2 കാര്യം ചെയ്യണം. ഒന്ന്, കുവൈറ്റ് എയർപോർട്ട് അടച്ചു. അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് എങ്ങനെയും ബൈ കാറെ യാത്ര ചെയ്ത് ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ വരണം. ഒന്ന്, നിങ്ങൾ എവിടെ വരണം? ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ വരണം. 2, നിങ്ങൾ ഇന്ത്യക്കാരാണ് തെളിയിക്കാൻ ഇന്ത്യയുടെ പാസ്പോർട്ട് വേണം. ബാക്കി ഞങ്ങൾ ഏറ്റു. അങ്ങനെയാണ് ഇസ്രായേലിലാണ് കുവൈറ്റ് എന്നുള്ള ആരുണ്ടെന്ന് കരി നോക്കണേ. കുവൈറ്റുകാരും ഇല്ല ഇവിടെ. കുവൈറ്റുകാരോട് ചോദിച്ചേ, അവരൊരു തരത്തിൽ യാത്ര ചെയ്ത് അമ്മാനിൽ ചെന്നു, ഒന്നും ചോദിച്ചില്ല, 1 രൂപ പോലും മേടിച്ചില്ല. ഇന്ത്യൻ പാസ്പോർട്ട് കാണിച്ചു, ഫ്ലൈറ്റ് കയറ്റി ബോംബെയിലും ഡൽഹിയിലും കൊണ്ട് ഇറക്കി വിട്ടു. അതാണ് രണ്ടാമത്തെ ഇവാക്യുലേഷൻ. മൂന്നാമത്തെ ഇവാക്യുലേഷൻ നടക്കാൻ പോകുന്നു. അവിടെയും പാസ്പോർട്ട് വേണം, അമ്മാനിൽ ചെല്ലണം. എന്നാൽ ഈ യോർദാനിലെ അമ്മാനല്ല, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ തലസ്ഥാനമായ ദൈവസഭയിൽ രക്ഷിക്കപ്പെട്ട പാസ്പോർട്ട് ഉള്ളവരായിട്ടുള്ളവരെ മുഴുവൻ ഈ തലമുറയിൽ എതിർ ക്രിസ്തു തൊടാതെ ഒഴിച്ചു മാറ്റാൻ സ്വർഗം തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ, നാസ ഒരു സംഭവം കണ്ടുപിടിച്ച്, കുട്ടികൾ കേട്ടോണം. നമ്മുടെ പ്രപഞ്ചത്തിന്റെ വടക്ക് ഭാഗത്തു നിന്നും ഒരു പ്രത്യേക തരംഗം ഈ ഭൂമിയിലേക്ക് വരത്തക്കവണ്ണം തയ്യാറാകുന്നു. ഒരു വെയിൽ പോലെ വരുന്നു. കാരണം എന്നെന്ന് അവർക്കറിയാൻ മേല. ആ ദിവസന്മാരോട് ചോദിച്ചാൽ അവർ പറയും, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദം മണവാളനായ ക്രിസ്തു തന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട സഭയെ ചേർക്കുവാൻ വരുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആകാശമേഘങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. ഈ തലമുറ കർത്താവിന്റെ വരവിന്റെ തലമുറയാ. ഈ തലമുറയിൽ കർത്താവ് വരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിശുദ്ധിയിൽ പൂർണ്ണരും വിശ്വസ്തരും അഭിഷേകത്തിൽ നിൽക്കുന്നവരല്ലാത്ത ഒറ്റ എണ്ണം പോകത്തിൽ. ഇത് സാത്താൻ അറിയാം. അതോടൊപ്പം 2 കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. അതാണ് ഈ സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. നമ്മൾ ക്രിസ്ത്യൻസ് ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെ, കർത്താവ് ഇതിന്റെ ഉപമകളിൽ കൂടി പറഞ്ഞു. അതുകൂടെ പറഞ്ഞാണ് ഈ അന്ത്യകാല സംഭവങ്ങൾ മേലെ നടക്കാൻ പോകുന്ന 10 വിഷയമാണ് നമ്മുടെ വിഷയം. പക്ഷെ ഇതിലേക്ക് ഞാൻ വരികയാണ്. അതാണ് വെളിപ്പാട് 4 മേലാൽ സംഭവിക്കാനുള്ള 10 കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു വരികയാണ്, സാത്താൻ അറിയാം ഈ തലമുറയിൽ കർത്താവ് വരുമെന്ന്. കാരണം സ്വർഗത്തിൽ അവന് പ്രവേശനമുണ്ട്. സ്വർഗത്തിൽ അവൻ ചെല്ലുമ്പോൾ അവൻ സ്വർഗത്തിൽ കാണുന്നത് കാമയെ സ്വീകരിക്കാൻ
തയ്യാറായ സ്വർഗം. ഇത് കാണുമ്പോൾ അവനറിയാം നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായി. സ്വർഗത്തിൽ ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. He can't do anything. കാരണം ദൈവം സർവശക്തനാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇപ്പൊ ഇവിടെ ഈ ക്ലാസ് നടക്കുന്നു. ഇവിടെ വന്ന ക്ലാസിന്റെ അറേഞ്ച്മെന്റ് കണ്ടാൽ അറിയാം. അതിൽ കൂടി ചെയർ ഇട്ടു, ഇവിടെ സെറ്റിംഗ് എല്ലാം വെച്ചു, അതിന്റെ അകത്ത് ഇവിടെ ക്ലാസ് ഉണ്ട്. ഇതുപോലെ സാത്താൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണുന്നത് കാന്തയായ സഭയെ സ്വീകരിക്കാൻ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്തെടുക്കാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങൾ ഇരിക്കേണ്ടത് നിങ്ങളെ ചേർക്കും. അപ്പൊ അവിടുത്തെ പ്രിപ്പറേഷൻ കാണുന്നു. അവിടെ ഒരു പരിപാടി ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി അവന്റെ ടെക്നോളജി നമ്മുടെ ദർശനം കളയാൻ പോകുക. എന്തോ ക്രിയ ചെയ്യും, ജഡം ക്രിയ ചെയ്യും. ധനം കൂടുന്തോറും കൃപ പോകാതെ ശ്രദ്ധിക്കണം. സൗകര്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ ജഡീകരായിട്ട് മാറും. ദുഃഖകരമായിട്ട് ഞാൻ ആരുടെ പേരൊന്നും പറയത്തില്ല. ഒരു ഫാമിലി വെറും സ്ഥലമൊന്നും ചോദിക്കരുത്. പിന്നെ സന്തോഷ് മാസ്റ്റർ പോലെ ആത്മാർത്ഥമായിട്ട് പറയും. വളരെ കഷ്ടപ്പെട്ട ഒരു ഫാമിലി, വളരെ കഷ്ടപ്പെട്ട് ഞെരുങ്ങി ജീവിച്ചവർ. അവരെ ഞെരുങ്ങി കഷ്ടപ്പെട്ടു, കൃപ വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭ ചേർന്നു. ഒരു ദൈവസഭ ചേർന്നു. ചാരവനാണോ എന്നോട് ചോദിക്കരുത്. ആണെന്നും പറയത്തില്ല, അല്ലെന്നും പറയത്തില്ല. ചേർന്നു, ആരാധിക്കുന്നതെല്ലാം പോയി. ദൈവം അനുഗ്രഹിച്ചു. വളരെ പാടുപെട്ട കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നടന്ന കാര്യമായി പറയുന്നു. അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി, കുഞ്ഞുങ്ങളൊക്കെ വലുതായി, പഠിക്കാൻ വേണ്ടി പിള്ളേരെ ജോലിയായി, അവർ കാനഡയിലും അങ്ങനെയൊക്കെ ആയി, എല്ലാം കണ്ടീഷനായി. അപ്പോൾ കാനഡയിലൊക്കെ കുഞ്ഞുങ്ങൾ പോയി വിആറൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കാശൊക്കെ ആയി, അവർ സൗകര്യങ്ങളായി. കേട്ടോണം, നല്ല പഴയ തലിപ്പൊളി വീടൊക്കെ കൊടുക്കണം, നല്ല വീടൊക്കെ ജൂവൽസ്, ടിക്ടോക്ക്, നല്ല കാറായി, വാഹനമായി, എല്ലാ സൗകര്യമായി കഴിഞ്ഞപ്പം ഇപ്പൊ അവർ പറയുന്നത്, ഞങ്ങൾക്ക് മരിച്ചാൽ പെട്ടി കൊണ്ട് നേരെ വെക്കുന്ന കല്ലറയുള്ള സഭയെ നിങ്ങൾ പോകണം. അത് പള്ളിയിൽ ഒരു നടന്ന സംഭവമാണ്. ഒന്നുമില്ലായ്മ കയറി വന്നവരാ. കുഞ്ഞുങ്ങളൊക്കെ വിദേശത്ത് പോയി പൈസ ഒക്കെ കഴിഞ്ഞാൽ പറയാം, ഇപ്പം ബന്ധുക്കൂസുകാരുടെ കൂടെ ഞങ്ങൾ നിന്നാൽ മരിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി ആളില്ലാത്തവർക്ക് കൊണ്ടുപോയി വെക്കും. അല്ലാത്തവർക്ക് പോയാൽ നല്ല പൂന്തോട്ടം പോലെ കല്ലറയുണ്ടോ. അവൻ അവിടെ കിടക്കണമെന്നുള്ള അവന്റെ ചിന്ത. മറ്റൊരു കാര്യം മനസ്സിലായി. ഇതാണ് എക്കണോമി കൂടുമ്പോൾ ദർശനം മറയാതെ സൂക്ഷിക്കണം. വചനമാണ്. സമ്പത്ത് വർദ്ധിച്ചാൽ ആരും പറയത്തില്ല സമ്പത്ത് വർദ്ധിക്കരുതെന്നല്ല, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. നമ്മുടെ ദർശനം കളയരുത്. കർത്താവ് പറഞ്ഞ ഒരു ഉപമ പറയുമ്പോൾ ഇന്നത്തെ സമയം എന്നാൽ തീരും. സ്വർഗരാജ്യത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ ആരെയും ഉപമ മത്തായിയുടെ സുവിശേഷത്തിലുണ്ട് അല്ലേ? സ്വർഗരാജ്യം ഒരു മനുഷ്യൻ വിത്ത് വിതച്ചു. പിന്നെ പറഞ്ഞു സ്വർഗരാജ്യം ഒരു മനുഷ്യൻ കോതമ്പ് വിതച്ചു അല്ലേ? സ്വർഗരാജ്യം പുളിച്ച മാവ്, സ്വർഗരാജ്യം കടുകുമണി, സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരി, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധി. പിന്നെ ഒടുവിൽ പറഞ്ഞു സ്വർഗരാജ്യം എല്ലാ വക മീനും. അപ്പൊ സ്വർഗരാജ്യ ഇതിനകത്ത് രണ്ട് പ്രത്യേകത കണ്ടോ? കോതമ്പിനിടെ കള കയറി. കോതമ്പിനിടെ കള കയറി. നല്ല മീൻ അത് ചീത്തതുമായിരുന്നു. അപ്പൊ അത് സ്വർഗമാണോ? നിങ്ങൾ എന്നോടുണ്ടോ? ഇത് സ്വർഗമാണോ? സ്വർഗത്തിൽ കളയുണ്ടോ? സ്വർഗത്തിൽ ചീഞ്ഞ മീനുണ്ടോ? അല്ല. അപ്പൊ സ്വർഗരാജ്യം ഏതാ? ദൈവസഭ. എന്റെ രാജ്യം ഐഹികമല്ല. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് കള കയറും. ശത്രു ചെയ്യുന്ന പണിയാ. അപ്പൊ വേലക്കാരി പറഞ്ഞുകളല്ലേ പോകരുത്. കള പറിച്ചാൽ എന്നാ പറ്റും? കോതം കൂടെ പോകുകൊണ്ട് രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കേട്ടോണേ, കൊയ്ത്ത് സമയത്ത് ഞാൻ ഇവനെ എല്ലാം നിർമ്മിച്ച് കെട്ടാക്കും. ഏതാണ് ഈ കള? നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം. നിങ്ങൾ മുൻവിധിയോടെ ഇരിക്കരുത്.
കളയായിട്ട് നമ്മൾ മാറരുത്. സ്വർഗരാജ്യം എന്നവിടെ പറയുന്നത് സ്വർഗമല്ല, ദിസ് ഈസ് ചർച്ച്. സ്വർഗരാജ്യം ദൈവരാജ്യം രണ്ടിന്റെ രണ്ട് അനുഭവങ്ങളുണ്ട്. ദൈവരാജ്യം മറ്റൊരു അർത്ഥമുണ്ട്, 1000 ആണ്ട് വായിച്ച എന്റെ പിതാവിന്റെ രാജ്യം. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്വർഗരാജ്യം കർത്താവിനോട് ശിഷ്യമായി ചോദിച്ചു, ദൈവരാജ്യം എപ്പോൾ വരും? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. പരിശുദ്ധാത്മാവിൽ സന്തോഷവും സമാധാനമുള്ള ദൈവസഭയാണ്. ആ ദൈവസഭയ്ക്കകത്ത് ശത്രുവാ കള വെച്ചത്, പാസ്റ്ററുമല്ല, വിശ്വാസിയല്ല. കള വയ്ക്കുന്നത് സാത്താനാണ്. എപ്പോഴാ? ഉറങ്ങുമ്പോ. കള 2 വിധത്തിലുണ്ട്. ശാസ്ത്രത്തിന്റെ കുട്ടികളെ ഫോക്കസ് ചെയ്ത ഞാൻ പറയുന്നത്, കള എന്ന് പറയുന്നത് 2 ഫാമിലിയാണ് കള. ഒന്ന് ഡൈക്കോട്ട്, ഒന്ന് മോണോക്കോട്ട്. ഇതാണ് കള. എന്തൊക്കെയാ? ഡൈക്കോട്ട്, മോണോക്കോട്ട്. മോണോക്കോട്ട് എന്ന് പറഞ്ഞാൽ ഈ തായ്വേരില്ലാത്ത പക്കവേറുള്ള ആണ് മോണോക്കോട്ട്. അതായത് പുല്ല്, ഗ്രാസ് ഫാമിലി. ഗ്രാസ് ഫാമിലി മുഴുവൻ മോണോക്കോട്ടാണ്. ഈ പുല്ലല്ല, പറ്റിപ്പുല്ല് ഉണ്ടല്ലോ, പല സൈസ് പുല്ലില്ലേ, അതെല്ലാം മോണോക്കോട്ട. ഡൈക്കോട്ട് എന്ന് പറഞ്ഞോ, ഈ ചാപ്പിട്ടുള്ളതാണ്. ഏതാ? ഈ പേനപ്പച്ച, കമ്മ്യൂണിസ്റ്റ് പച്ച, ഇതെല്ലാം ഇരുന്ന ഡൈക്കോട്ട. അപ്പൊ മോണോക്കോട്ട്, ഡൈക്കോട്ട്, ഇത് 2 കളയ. ഈ മോണോക്കോട്ടാണ് നിങ്ങൾ നോക്കിയ കൃഷിയിൽ ഡൈക്കോട്ടിനേക്കാൾ കൂടുതൽ വേഗം എടുക്കുന്ന ഏതാണ്? പുല്ലാണ്. മോണോക്കോട്ടാണ്. ഡൈക്കോട്ടുണ്ട്. ഇത് രണ്ടും ദൈവസ്ഥ അന്ത്യകാലത്ത് വരും. അതാ കർത്താവ് പറഞ്ഞത്. ഈ മോണോക്കോട്ട് എന്ന് പറയുന്നതാണ് വിശ്വാസികളുടെ ഭിന്നത, പണക്കം, പക്ഷം പിടിക്കുക. ഇതെല്ലാം എന്നാ അറിയാവോ? അതെല്ലാം മോണോക്കോട്ട. മനസ്സിലായോ? പക്ഷം പിടിക്കുക, പാസ്റ്ററുടെ നേരെ വിരളി കൊണ്ടുക, സഭാ നേതൃത്വത്തിന്റെ സമരം മുഴക്കുക. നോക്കിക്കേ, ഇല്ലേ? ക്രൈസ്തവ ലോകത്തിൽ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, സഭാ നേതൃത്വത്തിനെതിരെ നേതൃത്വം തെറ്റിയത് അടിക്കുന്ന ആരാന്നറിയാവോ? തമ്പുരാൻ. അല്ല, അവർക്ക് സുഖമൊന്നുമല്ല. 90-ൽ പരം വർഷം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത ഏലി മരിച്ചത് എങ്ങനെയാ നമുക്കറിയാം. അറിയാമോ? ശിക്ഷയാ. മക്കളെ നമ്മക്കതിന് വകുപ്പ് പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ നോക്കിക്കേ. ഞാനൊരു പർട്ടിക്കുലർ ക്രൈസ്തവ സഭയല്ല പറയുന്നത്. ക്രൈസ്തവ സഭകളിൽ നേതൃത്വത്തിനെതിരെ എന്തെല്ലാം ബഹളങ്ങൾ, ഭിന്നത. ശരിയാണോ? ഭിന്നത, ഇതെല്ലാം മോണോക്കോട്ട. ഭിന്നത, വഴക്ക്, സൗന്ദര്യപ്പണക്കം, നാവ് കൊണ്ടുള്ള ഭാവം. പിന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ആയല്ല, അസൂയ. ഇത് നിങ്ങൾക്കാർക്കും ഇല്ല, ഞങ്ങളുടെ കോട്ടയം ഭാഗത്തൊക്കെ ഉള്ളൂ. അസൂയ, കളയ, സ്വാർത്ഥത. സ്വർഗ്ഗരാജ്യത്തിൽ ദൈവമക്കളെ ഞാൻ തീർത്തു പറയാം, നോ, ഇതൊന്നും അവിടെ പോകാൻ ഒക്കത്തില്ല. പൗരത്വം ക്യാൻസൽ ചെയ്യും. കാരണം കറ, ചുളുക്കം, വാട്ടം, മാലിന്യമില്ലാത്തൊരു സഭയാണ് കർത്താവിന് വേണ്ടിയത്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യമില്ലാത്ത വിശുദ്ധി. അല്ല, 1000 കൊല്ലത്തേക്കല്ല, നിത്യായുഗം തേജസ്സോടെ കർത്താവിനോട് ഇരിക്കാനുള്ളവരാ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അഡ്വൈസിൽ യാതൊരു കളയും നമ്മൾ നിമിത്തം നമ്മുടെ വീട്ടിലോ നമ്മുടെ സഭയിലോ വരുവാൻ അനുവദിക്കത്തില്ല എന്നൊരു തീരുമാനം നാം എടുത്തേ തീരും. നേതൃത്വം തെറ്റ് ചെയ്താൽ അടിക്കുന്നത് കർത്താവ് അടിക്കും. ഇനി നേതൃത്വത്തോട് സ്നേഹമുണ്ടോ? ചൂണ്ടിലടിക്കാം, മോലോട്ട് ചെയ്യാം. അല്ലെങ്കിലും നമ്മൾ കണ്ടില്ലേ, ഹൈക്കോർട്ടിന്റെ വാതിക്കെ പോയി കിടക്കുന്ന സമരം ചെയ്ത് ഷെഡ് കെട്ടി ക്രിസ്ത്യാനികൾ സമരം നടത്തുന്നത് കേട്ടില്ലേ? നമുക്ക് പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകരണങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആയുധമല്ല, ഇതാണ് മോണോക്കോട്ട്. കള കയറി വരിക, പക്ഷാഭേദം. മനസ്സിലായി? ഇങ്ങനെയുള്ളത് സ്നേഹക്കുറവ്. ഇനി ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അപകടകാരില്ല. ഇത് ഒരു 2 വെയിലടിച്ചത് പോകും. ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന സന്തോഷ ഭാഷ നടത്തി കഴിഞ്ഞാൽ ഇതെല്ലാം ഉണങ്ങിപ്പോയി. കളയല്ല, അതിന് വേരില്ലാത്ത ചട്ടം ഉണങ്ങും. ഈ പുല്ലല്ല, മറ്റേ സാധനം അപകടം. ഏതാ? ഡൈക്കോട്ട്. അതിനാണല്ലോ
ദുരുപദേശം. ഇത്രയും ദുരുപദേശം. നിങ്ങൾ വളരെ ദുഃഖത്തോടെ ഞാൻ പറയാം, നമ്മൾ പറയുന്ന സമുദായ സഭകളിലേക്ക് നോക്കിക്കേ, അവർക്ക് ഒരു ഉപദേശം അതല്ലാതെ നിൽക്കും. നമ്മുടെ ഇടയിലാണ് ഈ ദുരുപദേശം കൊണ്ടുവരുന്നത്. ഡൈക്കോട്ട് കൂടുതൽ എവിടെയാണ്? നമ്മുടെ ഇടയിലാണ് ദുരുപദേശം. ഏതെല്ലാം തീർന്ന് ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. ഇത്രയും ദുരുപദേശം ഉണ്ടായിട്ടുണ്ടോ? കർത്താവും ദൈവങ്ങളെ ശ്രദ്ധിക്കണം. കർത്താവും അപ്പോസ്തലന്മാരും ചെയ്തിട്ടില്ലാത്തതും പുതിയ നിയമസഭയിൽ ലേഖനങ്ങൾ കൂടിയും അപ്പോസ്തോലിക പ്രവർത്തനം എന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൂടി വെളിപ്പെടുത്തിയിട്ടില്ലാത്ത സകല ശുശ്രൂഷൻ ഡൈക്കോട്ടാണ്. അതിന് ആര് ചെയ്താലും അത് ഡൈക്കോട്ടാണ്. മനസ്സിലായോ? ഏതാ? കർത്താവും ശിഷ്യന്മാരും ചെയ്തിട്ടില്ലാത്തതും നമുക്ക് വെളിപ്പെടുത്തിയിട്ടിരിക്കുന്ന ലേഖനങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലും വെളിപ്പെടുത്തിയിട്ടില്ലാത്തതുമായ എന്നാ ശുശ്രൂഷ ആര് ചെയ്താലും അത് ഡൈക്കോട്ടാണ്. അതിന് ഊതിയിട്ടാലും തള്ളിയിട്ടാലും ഉന്തിയിട്ടാലും എന്നാ ചെയ്താലും അത് മുഴുവൻ എന്താണെന്നറിയാവോ? ഡൈക്കോട്ട. ഇത്രയും ഡൈക്കോട്ടെ ഇതുപോലെ ദുരുപദേശ കാലത്ത് വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ കേരളം തന്നെയല്ല, എല്ലാ രാജ്യങ്ങളും. ശബ്ദം പാലും ശൂസ് വിട്ട് സുന്ദരമായിട്ട് നിന്നുകൊണ്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തും. പക്ഷെ ഒരു കാര്യം, ഈ പുള്ളി കരയ്ക്കാം, പാലിന്റെ അറ്റത്ത് പോലും വെള്ളം വരികയില്ല. പുള്ളി കരയ്ക്കാം, സ്നാനാർത്ഥി മാത്രം താഴെ ഇറങ്ങും. ദുരുപദേശം കണ്ടോ? ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇരുവരും വെള്ളത്തിൽ, ആരാ? ഷമ്മനും ഫിലിപ്പോസും വെള്ളത്തിൽ ഇറങ്ങുന്ന. ഇവിടെ കരയ്ക്ക്, സ്നാനാർത്ഥി വെള്ളത്തിൽ. ദുരുപദേശം. ഞാൻ ഒന്ന് രണ്ട് മാത്രം പോയിന്റ് ഔട്ട് ചെയ്യാം. ഇതൊക്കെ ഇതാണ് കർത്താവ് ചെയ്തിട്ടില്ലാത്ത, ശിഷ്യന്മാർ ചെയ്തിട്ടില്ലാത്ത സകല ശാന്തിയും ഭൂതശാന്തി എന്നാ ശാന്തിയായാലും അതെല്ലാം ദുരുപദേശമാണ്. പണത്തിന് വേണ്ടി ചെയ്യുന്നത് മുഴുവൻ ദുരുപദേശമാണ്. നോക്കിക്കേ, ഇപ്പൊ ഇതെല്ലാം കെട്ടായിട്ട് കൂട്ടുക. ഒറ്റ കെട്ടായിട്ട് ഞങ്ങളോട് എല്ലാം ഒരു കെട്ടായിട്ട് വന്നു. നാവപ്പുറത്ത് എല്ലാം ഒറ്റ സ്റ്റേഡിയം. അപ്പൊ കള വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ കളയാകരുത്, ഞാൻ ഡൈക്കോട്ടാകരുത്, ഞാൻ മോണോക്കോട്ടാകരുത്. മോണോക്കോട്ട് പിന്നിപ്പോ പക, പിണക്കം, സ്നേഹക്കുറവ്, ഇത് അനുസരണക്കേട്. വാസ്തവത്തിൽ ഞാൻ മിനിഞ്ഞാന്ന് DPM-കാരുടെ കൺവെൻഷന് പോയി കേൾക്കാൻ. അപ്പോഴാണ് നമ്മുടെ ദൈവദാസന്മാരുടെ ആ മനോഹരത എനിക്ക് മനസ്സിലായി. ഞാനൊരു കൺവെൻഷൻ തുടങ്ങിയതാണ്. അവരെന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ലെറ്റർ തന്നതിനെ ഞാൻ പോയത്. അവർ വീട്ടിൽ കൊണ്ട് ലെറ്റർ തന്നുകൊണ്ട് പറഞ്ഞാൽ അവരെ ബഹുമാനിച്ച് ഒരു ദിവസം പോകാൻ വിചാരിച്ച് ഞാൻ ബുധനാഴ്ച പോയി. ദൈവമക്കളെ, ഈ ഇരിക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന ദൈവദാസന്മാരെ 10 മിനിറ്റ് പറയുന്നത് അവർ 2 മണിക്കൂർ പറഞ്ഞില്ല. നമ്മുടെ ദൈവദാസന്മാരെ ഓർന്ന് ഞാൻ അഭിമാനിക്കുന്നു. ഈ ഇരിക്കുന്ന ഒരാളുകളോട് ബൈക്ക് കൊടുത്തേ, അവർക്കിതൊന്നും പറയാനില്ല. പഴയ ബാബിലോണും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഏതാണ്ട് 2000 പേരുണ്ടായിരുന്നു. ആശീർവാദം പറയുന്നവർ ഒറ്റയെണ്ണം പോയി. ഡിസിപ്ലിൻ. നമ്മുടെ പകുതിയാകുമ്പോഴേ ബൈബിൾ മടക്കി വെക്കും, മുക്കാലാകുമ്പോൾ മാച്ചാൽ പോകും. ശരിയാണോ? ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ആശീർവാദം പറയുന്നത് സെൻട്രൽ ഭാഷയും കാണും, കുറച്ച് ഭാഷന്മാരും കാണും, ഗതികെട്ട് കുറച്ച് വിശ്വാസികളും കാണും. ബാക്കിയെല്ലാം വീട്ടിൽ ചെന്ന് ഉറക്കമായി. അച്ചടക്കത്തിൽ അവരെ പഠിക്കണം നമ്മൾ. നമ്മുടെ അച്ചടക്കം നമ്മൾ കളയരുതേ. നമ്മുടെ എല്ലാ നടപ്പിലും ആരായിരിക്കണം? ഞാൻ ആദ്യത്തെ ദിവസം പറയും, വിധിക്കപ്പെടാനുള്ള യോഗ്യത വേണം. അതിലൊന്നും കാര്യമായില്ല. നമ്മൾ അനുസരണമുള്ള മക്കളാകണം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് എങ്ങനെ ഇരിക്കണം? അവർക്ക് കീഴടങ്ങിയിരിക്കണം. കാരണം അവർ കണക്ക് പറയാനുള്ള ഒരു അക്കൗണ്ടബിളാ. സന്തോഷ് പ്രാർത്ഥന അവിടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ ഓരോ വിശ്വാസിയെ കുറിച്ച് കണക്ക് ചോദിക്കും. ഈ ഇരിക്കുന്ന ദൈവദാസന്മാരെല്ലാം കണക്ക് ചോദിക്കും, എന്നോട് ചോദിക്കും. അക്കൗണ്ടബിളാ. നിന്നെ ഞാൻ ഇത്ര കുടുംബം ലഭിച്ചു, ഇത്ര വിശ്വാസം ലഭിച്ചു, നീ എന്നാ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ അനുസരണമുള്ളവരായി താഴ്മയോടെ ഇരിക്കണം. അഹങ്കാരം നമ്മിൽ വരുത്തുവാൻ ധനം നമ്മളെ ഒരു പരിധിവരെ സഹായിക്കും. അനീതിയുള്ള മാമോനാണ്. പണം വേണ്ടെന്നല്ല, സമ്പത്ത് അതിൽ മനസ്സ് വെക്കരുത്. ബലം ദൈവത്തിലുള്ളത്. ദൈവം വിചാരിച്ചാൽ ഈ സമ്പത്ത് മുഴുവൻ ഒരു ദിവസം കൊണ്ട് കളയാം.
വീണ്ടും വിഷയത്തിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മൾ പൗരത്വമുള്ള നമ്മളെ ഒഴിച്ചു മാറ്റാൻ പോവുക. നമ്മൾ ഒഴിച്ചു മാറി കഴിയുമ്പോൾ അടുത്ത നിമിഷം ഈ ഭൂമി ഒരു വേസ്റ്റ് ആവും. ഈ ഭൂമി ആർക്കും നിവസിക്കാൻ പറ്റാത്ത ഒരു ഭൂമിയായിട്ട് മാറും. അങ്ങനെയാണ് ആന്റിക്രൈസ്റ്റിനോട് വരുന്നത്. ഇനി ഒരു റിഹേഴ്സലൂടെ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന സമയം എത്ര മണി വരെയാ ഭാഷ? എത്ര കൂട്ടാണ്? ഓക്കെ, നോക്കിക്കേ. വെളിപ്പാട് 11:7 വായിച്ചു. വെളിപ്പാട് 11:7. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം സകല ഗോത്രത്തിന്മേലും. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിന്റെ ശരിയായിട്ട് നിങ്ങൾക്ക് ഞാൻ വരച്ച് കാണിക്കാം. ഇത് കൃഷ്ണ കാര്യ ആരാ? 10 കൊമ്പ്, 7 തല, 10 രാജമണി. 10 കൊമ്പ് നിങ്ങൾക്കറിയാം. യൂറോപ്യൻ യൂണിയൻ അറിയാമല്ലോ. റോമൻ സാമ്രാജ്യത്തിന്റെ തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ. ഇത് 30 രാജ്യങ്ങളുണ്ട്. പക്ഷേ 12 പേര് ചേർന്നാണ് തുടങ്ങിയത്. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർച്ചുഗൽ. 12 രാജ്യം. റോമൻ കൾച്ചർ ഉള്ള രാജ്യം 12. അതാണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത. അവരുടെ ശവസംസ്കാരം, വിവാഹം, വിരുന്ന്, ഡ്രസ്, വീട് നിർമ്മാണം എല്ലാം അസ്തമിച്ച റോമൻ സാമ്രാജ്യത്തിന്റെ കണ്ണുനീട്ടിയാണ്. ഈ 12 രാജ്യം ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർച്ചുഗൽ. 12. ഇത് 10 ആയത് എന്താണെന്ന് അറിയാവോ? 75 വർഷത്തെ യുദ്ധം നടത്തി ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു, പണവും പോയി. അതിലൂടെ 2 ലോകമഹായുദ്ധം. ദരിദ്രം പിടിച്ചപ്പോൾ അവർ അന്നേരം ബോധം വന്നത്. അവർ ഇന്ന് നമുക്ക് യുദ്ധം ചെയ്യണം, നമുക്ക് യൂണിയനാകാം, ഒരു രാജ്യമായിട്ട് പോകാം, ഭരണം ഉണ്ടാകട്ടെ, ഐക്യതയിൽ ഒരു പേര് ESCC, യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി. 20 കരി നിൽക്കുന്ന സംഘടന. ആരാ? ജർമ്മനി, ഫ്രാൻസ്. അപ്പൊ അവരെ അറിയപ്പെടുന്നത് ESCC എന്നാണ്. അപ്പൊ 12 ESCC 11. നിങ്ങൾ നോക്കിക്കണം. എന്തായി നമ്മുടെ മലയാളി പിള്ളേർക്ക് ഐറലൻഡിലും ബ്രിട്ടനിലൊക്കെ ജോലി കിട്ടാൻ കഴിയും. UK, ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ മാറി കഴിഞ്ഞ വർഷം. അപ്പൊ യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിരുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ടായിരുന്നു ബ്രിട്ടനിൽ. അവർ പറഞ്ഞു, നിങ്ങൾ യൂറോപ്യൻ യൂണിയൻ മാറില്ല, ഞങ്ങളുടെ രാജ്യത്തിന് പോകുക. അങ്ങനെ അവരെല്ലാം അവിടെ കയറിപ്പോയി. അതാണ് അവിടെ 10,000 വേക്കൻസി വന്നത്. UK. അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നഴ്സായിട്ടും പല തസ്തികയിൽ കുഞ്ഞുങ്ങളെ പഠിക്കാനും ഒക്കെ കയറിപ്പോയതിന്റെ കാരണം അവിടുത്തെ 10,000 യൂറോപ്യൻ യൂണിയനിലെ ആളുകൾ കയറിപ്പോയി. പിണങ്ങിപ്പോയതാ. കാരണം യൂറോപ്യൻ യൂണിയന് മാറിയതിന്റെ പേര്. അങ്ങനെ 10 രാജ്യങ്ങൾ കൃത്യം. അങ്ങനെ ഈ 10 രാജ്യങ്ങളുടെ ആന്റിക്രൈസ്റ്റിനെ കുറിച്ച് 3-ാം ദിവസം പഠിക്കണമെന്ന് മനസ്സിലാവും. 7 രാജ്യമാണ്, 7 ഭൂഖണ്ഡമാണ്, 7 തല, 10 രാജമണി അവന്റെ അലങ്കാരം. ഇങ്ങനെ ചിന്തിക്കാം, ഇവൻ എങ്ങനെ ഭരിക്കുമെന്ന്. വെളിപ്പാട് 13:7 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുന്നവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും. വാക്യം ശ്രദ്ധിക്കണം. സകല ഗോത്രത്തിന്മേലും, വംശത്തിന്മേലും, ഭാഷമേലും, ജാതിമേലും അധികാരവും ലഭിച്ചു. അവൻ അധികാരം ലഭിച്ചു. എപ്പോഴറിയാവോ? ദൈവസഭ എടുക്കപ്പെടണം. അത് നാളെ ആദ്യത്തെ ക്ലാസ്. ഈ 3 ചിന്താധാര നമ്മുടെ ആളുകളുടെ ഇടയിലുണ്ട്. അവരവരുടെ ഇഷ്ടത്തിനുള്ള സ്വാതന്ത്ര്യം. ഞാൻ ആരെയും കണ്ടില്ല. ഒരു വീട്ടിൽ പറയുന്നു സഭ മഹോപദ്രവത്തിന് നടുക്കേ പോകത്തുള്ളത്. ഒരു വീട്ടിൽ പറയുന്നു മഹോപദ്രവം എല്ലാം കഴിഞ്ഞതെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് എടുക്കത്തുള്ളത്. നമ്മള് സാധാരണക്കാരെല്ലാം പറയുന്നു മഹോപദ്രവത്തിന് മുൻപെടുക്കപ്പെടും. 3 തിയറിയാ. പ്രീ ട്രിബ്യൂഷൻ, മിഡ് ട്രിബ്യൂഷൻ, പോസ്റ്റ് ട്രിബ്യൂഷൻ എന്ന് പറയും. അതിൽ നിർഭാഗ്യവശാൽ നമ്മളുടെ പുതിയ ഒരുപാട് പേർ ഇറങ്ങിയിട്ടുണ്ട്. സഭ മഹോപദ്രവത്തിന്റെ നടുവിലേ പോകത്തുള്ളൂ എന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ അവന്റെ ടെക്നോളജിയാ. അത് കർത്താവ് എഴുതിച്ചാൽ വരുന്നതിൽ കൂടെ നാളെ ഞാൻ ആ തിയറി തെളിയിക്കാം. സഭ മഹോപദ്രവത്തിന് മുൻപ് എടുക്കപ്പെടുമെന്ന്. സന്തോഷമില്ലാത്തവർ ദൈവത്തെ സ്തുതിച്ച്. ശ്രദ്ധിക്കുന്നത് സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ച്. അപ്പോൾ സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ സകല ഗോത്രത്തിന്മേലും, ജാതിമേലും, വംശത്തിന്മേലും, ഭാഷമേലും ഇവൻ അധികാരം ലഭിക്കുമോ? നോക്കിക്കേ. 198 രാജ്യമാണ് ഇന്ത്യയെ കൂടെ ചേർന്ന് ലോകത്ത്. യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചത്. അതാ ലോകം. 880 കോടി ജനം.
സംസാര ഭാഷ 6500. സ്പോക്കിംഗ് ലാംഗ്വേജ് 6500 പ്രധാനപ്പെട്ട ഭാഷ. ഏതാണ്ട് 30 ലക്ഷം കൾച്ചർ, സംസ്കാരം. ഒന്നിനും കൾച്ചർ അല്ല ലോകത്ത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്ര കൾച്ചർ ഉണ്ടെന്ന് അറിയാവോ? അറിയത്തില്ല. 5 കൾച്ചർ. വടക്കൻ കേരളം ഒരു കൾച്ചറാണ്, നമ്മളുൾപ്പെടെ മധ്യ കേരളം ഒരു കൾച്ചറാണ്, തെക്കൻ കേരളം വേറൊരു കൾച്ചറാണ്, അങ്ങോട്ട് ചെന്നാൽ അറിയാം. തീരപ്രദേശ് അതിനേക്കാൾ മറ്റൊരു കൾച്ചറാണ്, കിഴക്കോട്ട് ചെന്നേ മറ്റൊരു കൾച്ചറാണ്. നമ്മുടെ വാക്കുകൾ പോലും അറിയാം. മധ്യ തിരുവിതാംകൂറുകാരൻ്റെ വാക്ക് കേട്ടാൽ അറിയാം ഇവൻ കോട്ടയം, തിരുവല്ല, പത്തനംതിട്ട റാണിയാണെന്നറിയാം. വടക്കൻ്റെ സംസാരം കേട്ടാൽ അറിയാം തൃശ്ശൂർക്കാരനാണ്. അപ്പൊ 5 കൾച്ചറായി കൊച്ചു കേരളത്തിൽ. അങ്ങനെയാണ് ലോകത്തിൽ ഒരു 10-30 ലക്ഷം കൾച്ചറ്, 6500 സ്പീക്കിംഗ് ലാംഗ്വേജ്, 850 കോടി ജനം, കറുത്തവര്, വെളുത്തവര്, ധനവാൻ, ദരിദ്രൻ, അതിസമ്പന്നൻ, അതിദരിദ്രൻ, പിന്നെ രാഷ്ട്രീയക്കാർ, ശാസ്ത്രജ്ഞന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, എല്ലാവരെയും ഒരുത്തൻ നിയന്ത്രിക്കുമോ? സാധിക്കുമോ? ചോദ്യമാണ്. സാധിക്കും. ബുദ്ധിയുള്ളവർക്ക് തെളിവ് നേരത്തെ തന്നു. റിഹേഴ്സൽ, ഏത് കാര്യത്തിലും റിഹേഴ്സൽ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പാട്ട് പാടാനൊക്കെ വന്നാൽ ഓടി വീട്ടിൽ കയറി പാടുകയല്ല. അവർ വന്ന പാട്ടൊക്കെ പാടി കൺവെൻഷനൊക്കെ എങ്ങനെയാണ് പാടി റിഹേഴ്സൽ. നമ്മളെ സ്കിറ്റൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ്? പ്രോഗ്രാമിൽ എങ്ങനെയാണ് അല്ലേ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ജാനുവരി 26-ാം തീയതി ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിന പരേഡുണ്ട്. അന്നല്ല, 7 മാസം മുമ്പ് തുടങ്ങും. 7 മാസം മുമ്പ് അതാത് രാജ്യത്തെ. എന്നിട്ട് ജാനുവരിയിലേക്ക് ചെല്ലണം. അല്ല, അന്നല്ല നടക്കുന്നത്. തലേ ദിവസം ശരിക്കും റിഹേഴ്സൽ ചെയ്യും. ഏറ്റവും നല്ല രസകരമായ റിഹേഴ്സൽ ഞാൻ ആസ്വദിക്കുന്നത് അമേരിക്കയിൽ ചെന്ന നമ്മളൊക്കെ കല്യാണം പോലെ തന്നെയാണ് റിഹേഴ്സൽ. ഏത് സ്ഥലത്ത് കല്യാണം നടത്തുന്നോ അവിടെ ചെറുക്കനും പെണ്ണും അതേ ഡ്രസ്സും ധരിച്ച്, തോഴമക്കാർ അതേ ഡ്രസ്സും ധരിച്ച്, ശുശ്രൂഷകൻ അതേ ഡ്രസ്സും ധരിച്ച് അവിടെ വന്ന് കല്യാണം നടത്തുമ്പോൾ എങ്ങനെ നടത്തുന്നോ അതുപോലെ നടത്തുന്നതാണ്. അത് റിഹേഴ്സൽ. എതിർ ക്രിസ്തു ലോകത്തിൽ ഭരിക്കുമ്പോൾ സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലും അവൻ അധികാരം കിട്ടിയ റിഹേഴ്സല് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചതിനാൽ നമ്മളും ആ റിഹേഴ്സലിൽ പെട്ടു. കാരണം മഴ പെയ്താൽ എല്ലാവർക്കും കൂടാ, അല്ലേ? മഴ പെയ്താൽ എല്ലാവർക്കും കൂടാ. അതുപോലെ 2019 ആരംഭിച്ച് 30 രൂപ വിലയുള്ള സോപ്പിന്റെ കൊമളയെ അതിജീവിക്കാൻ കഴിവില്ലാത്ത ഒരു വൈറസ് ഈ ലോകത്തിലെ ജനത്തെ മുഴുവൻ ഒറ്റ കൊടക്കിഴി കൊണ്ടത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഒറ്റ കൊടക്കിഴിയിൽ 850 കോടി ജനത്തെ കൊണ്ടുപോകും. നമ്മളെല്ലാം അത് അനുഭവിച്ചത്. യാത്ര കംപ്ലീറ്റ് നിന്നോ? റോഡുകളെ പോലെ നടന്നോ? എയർപോർട്ടുകൾ ഷട്ട് ഡൗൺ ചെയ്തോ? 2200 ഫ്ലൈറ്റ് പോകുന്ന അമേരിക്കയിലെ അറ്റ്ലാന്റയിലെ ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് മുതൽ നമ്മുടെ ജമ്മുവിലെ 4 ഫ്ലൈറ്റ് പോകുന്ന എയർപോർട്ട് അടച്ചിട്ടോ? 24 മണിക്കൂറും ഓടി റെയിൽവേ പാളത്തിൽ പശുക്കൾ കയറുന്നില്ലേ? മാനുവൽ വാക്ക് നടന്നോ? യാത്ര ബ്ലോക്ക് ആക്കിയോ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രോട്ടോകോളാ അവർ വെച്ചാ ചെയ്തത്. പരിപൂർണമായിട്ട് യാത്ര നിയന്ത്രിച്ചോ? 6 കാര്യം പറയാം, തീർന്നില്ല. യാത്ര മാത്രമല്ല നിയന്ത്രിച്ചത്, കംപ്ലീറ്റ് നിയന്ത്രണം എന്ന് കേൾക്കണം. നമ്മളെല്ലാം അനുഭവിച്ചില്ലേ? അന്ന് മേടിച്ച ചെറുപയർ ഏതെങ്കിലും അമ്മാമ്മയുടെ ഒരു ഇപ്പോൾ ഇരിപ്പുണ്ടോ? മേടിച്ച് സ്റ്റോക്ക് ചെയ്തില്ല, എന്തോ അപകടം വരുമെന്ന് പറഞ്ഞു. ആരെയും തിരിഞ്ഞു വന്നോ? എവിടെയാലും നമ്മൾ പോയോ? ആരെയും വരിക എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ വരാൻ കണ്ട നേരം ഇല്ലേ? അപ്പൊ ബന്ധം അങ്ങനത് കണ്ടോ? മനുഷ്യന്റെ സംസ്കാരത്തിന്റെ തെളിവാണ് ഗെറ്റ് ടുഗദർ. ഒത്തുചേരൽ എല്ലാ രാജ്യങ്ങളിലും എല്ലാ കുടുംബങ്ങളിലും അങ്ങനെ ഇരിക്കുന്ന 6 പേര് ഹോട്ടലിലോ വീട്ടിലോ കയറി ഒന്നിച്ചിരുന്നൊരു ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഒരു ഇല്ലേ? അത് ഉണ്ടായോ? സകല മതങ്ങളുടെയും ആരാധന നടന്നോ? വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ക്രൈസ്തവ മതമൊന്നല്ല,
ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ അടച്ചോ? ബന്ധങ്ങൾ ഒലഞ്ഞോ? സ്വന്തം ഭാര്യയോ ഭർത്താവോ മരിച്ചിട്ട് ആ ബോഡി കാണാൻ അനുഭവിച്ചോ? സത്യമാണോ? പൈസ കയ്യിലുണ്ട്, വരാൻ മാർഗമില്ലാതെ എത്ര സഹോദരങ്ങൾ വെളിരാജ്യങ്ങൾ വിങ്ങിപ്പൊട്ടി. കോട്ടയത്തൊരു വിശ്വാസി, ചർച്ചകളുടെ വിശ്വാസിയെ ലോൺ കിട്ടി മരിച്ചിട്ട് ആ ഭാര്യ പോലീസുകാരുടെ കാലെ പിടിച്ച് പറഞ്ഞ് മുഖം ഒന്ന് കാണിക്കാൻ അവർ ചെയ്തില്ല. ആ നീലം പ്ലാസ്റ്റിക്കുള്ള സിപ്പ് വെച്ചിട്ട് കത്തിച്ചു കളഞ്ഞു. ബന്ധങ്ങൾ ഒലഞ്ഞോ? ആർക്കും ആരെയും കാണുള്ളതായോ? നിങ്ങൾ ചിന്തിച്ച ശരിയാണോ? സ്വന്തക്കാർക്ക് കോവിഡ് പിടിച്ചിട്ടുള്ളത് വളരെ രസകരമായ ഒരു സംഭവം എനിക്കുണ്ടായി. ഞാൻ ആ ഡേറ്റ് ഇപ്പോൾ ഓർക്കുന്നു. 2020 ഏപ്രിൽ 20 ഒരു ഞായറാഴ്ച വൈകിട്ടാണ്. കോവിഡ് അങ്ങോട്ട് മൂത്ത് നിൽക്കുക, ചാറ്റ മഴയുണ്ട്. അപ്പോൾ യാത്രയില്ല, വഴിയൊന്നുമില്ല. ഞങ്ങളുടെ റോഡിൽ ഒരു ഓട്ടോ പോലും ഇല്ല, സൈക്കിളിലൊന്നുമില്ല. 6:30 ആരണ്ട ഇരുട്ടുപോലെ മഴ മഴ പതുക്കെ ചാറാൻ തുടങ്ങിയില്ല, മഴ പെയ്തില്ല. നടന്ന് നമ്മൾ കേട്ടോ. ഞാൻ ഈ ഇനിയൊക്കെ പോകുന്ന ഈ ആരോഗ്യം നിലനിർത്താൻ അപ്പോൾ നടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ചാറ്റമഴയുള്ളതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിലെ ടെറസൊക്കെ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ താഴെ, അതായത് എൻ്റെ മുറ്റത്ത് നിന്ന് 10 അടി വരെ റോഡാ. ഞങ്ങളുടെ വീടിൻ്റെ റോഡാ. ഒരു ഞങ്ങളുടെ വീട്ടുപേരിൽ ആ സ്ഥലം അറിയുന്നത് കമ്പിപ്പടി എന്ന് പറയും. ഞങ്ങളുടെ വീട്ടുപേര് കമ്പി എന്നാണ്. അവിടെ പറഞ്ഞ് കമ്പിപ്പടി എന്നാ സ്റ്റോപ്പിന്റെ പേരല്ലേ. അതായത് ആ മോൻ നിൽക്കുന്നു, എൻ്റെ ഈ ഉത്തരാഗ്രഹമാണ്. അപ്പൊ ആരും ഒരു പെണ്ണവിടെ വന്ന് നിൽക്കുന്നത് ചുടുതാർ നോക്കി, ഒരു ബാഗ്, ഒരു പ്ലാസ്റ്റിക് ബാഗും കയ്യിലുണ്ട്. ഒരു 10-18 വയസ്സിലാണ് പെൺകൊച്ചു. ഞാൻ അവിടെ സന്ധ്യയ്ക്ക് വണ്ടിയില്ല, ഓട്ടോ ഇല്ല, കാറില്ല, ഒന്നുമില്ല, ആരുമില്ല. ഈ പെണ്ണ് ഇവിടെ വന്നിരിക്കുന്നു. സന്ധ്യയ്ക്ക് മുഖപരിചയം, നമുക്കത്ര പരിചയമില്ല. ചുമ്മാ അവിടെ നിൽക്കുക. പെണ്ണ് റോഡ് നിൽക്കുക. ഞാനും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം നോക്കിയപ്പോ അപ്പുറത്ത് 2 പോലീസുകാർ, 2 പോലീസുകാർ യൂണിഫോമിൽ വന്ന് ഈ പെണ്ണിന്റെ അപ്പുറത്തുനിന്ന് ഒരു 20 അടി അകത്ത് മാറി നിൽക്കുക. പോലീസുകാർ അവരെ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ പെണ്ണിന് മാസ്ക് കൊണ്ടേക്ക് അറിയാമല്ലോ. ചാറ്റമട തുടങ്ങി. അപ്പൊ മഴയെ പോയി ചാകാൻ തുടങ്ങി. ഞാൻ ധരിച്ചു ഞാനിങ്ങനെ മേളിൽ നടക്കുന്ന അവിടുത്തെ പോലീസുകാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്നെ അറിയാം, എൻ്റെ പേരും ഒക്കെ അറിയാം. അപ്പം ഞാൻ ഓർത്തു ഈ പോലീസുകാർ നിന്ന് മഴ നനയ്യാൻ ഞാൻ സുഖമായിട്ട് നടക്കുന്നവരോട് ഇനി മൂത്ത ഭാഷ പ്രാസംഗേന വീടടുത്തായിട്ട് ഞങ്ങൾ ഈ നനയിച്ചിട്ട് ഒരു കുട കൊണ്ട് തന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ മേളിൽ കയറാൻ വെച്ചാൽ കുടയും കൊണ്ട് ഞാൻ ഓടി എന്ന് പറഞ്ഞു. അവർ കുടയൊന്നും വേണ്ട, സാധനം ഓടി വീട്ടിൽ കയറാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് വല്ല എന്തോ കഥയുണ്ട്. അന്നേരം 108 ഒരു വാൻ എന്നുള്ളത് എന്നോട് ചോദിച്ചു, കമ്പിപ്പൊടിയാണ്. ഞാൻ പറഞ്ഞു ഇതാന്ന് പറഞ്ഞു. അപ്പോഴേ ഈ പെണ്ണ് കോവിഡാ, ഇതിന് കോവിഡാ സംഭവം. അപ്പൊ എന്റെ വൈഫ് ഇളയ മോളും ഞങ്ങളെ കൂടെ തന്നെ കാണുക. ഞാൻ ഓടിയത് വീട്ടുകാർ തന്നെ കൂട്ടിക്കെത്തിയത്. കോവിഡിനടുത്ത് വന്നു പറഞ്ഞു. അപ്പൊ ബന്ധങ്ങൾ അകറ്റാൻ മതിയായ വിധത്തിൽ ഒരു വൈറസ് ശ്രമിച്ച് സ്നേഹം ക്രൂശിച്ചു. തീർന്നില്ല. മറ്റൊരു സംഭവം ഇന്നും കൊച്ചു പിള്ളേർക്ക് ചെറുപ്പക്കാർക്ക് ഹരവാ. എവിടെയാ വർക്കറ്റ്? എന്നാ റൂമിലല്ലേ നോക്കാനാ ജോലി, വീട്ടില എന്നാ ഭംഗിയാക്കാനല്ലേ. ലോകത്തിലെ സകല രാജ്യങ്ങളിൽ 8 മണിക്കൂറാണ് ജോലി. ഈ വർക്ക് ഹോം എപ്പോഴാ? വർക്കറ്റ് ഹോംകാർ ആദ്യം കൈവപ്പിക്കുക, കമ്പ്യൂട്ടർ ആരുമില്ലേ? അതില്ലാത്ത സ്തോത്രം. 5:30 എഴുന്നേറ്റ് കമ്പ്യൂട്ടറെ കയറും. കേട്ടോണം. ചായയും വേണ്ട, കാപ്പിയും വേണ്ട, കുഞ്ഞിന് പാല് കൊടുക്കണ്ട, ഭർത്താവിനെ നോക്കണ്ട, ഭാര്യയെ നോക്കണ്ട. കാരണം തല പൊഴിഞ്ഞു കിടക്കുക അതിനകത്ത്. രാത്രി 9:30 വരെ 10 മണി വരെ ഇതിനകത്തിരുന്ന് അവന്റെ ബുദ്ധിയെ, അവന്റെ മനസ്സിനെ ഊറ്റി, അവന്റെ സ്നേഹത്തെ, ഭാര്യയോട്, ഭർത്താവിനോട്, അമ്മയോട്, പെറ്റമ്മയോട് ഉള്ള സ്നേഹത്തെ തകർത്ത് തരിപ്പണമാക്കി ഒരു മിഷന്റെ മുമ്പിലൂടെ ഇന്ത്യനാക്കുന്നതിനെയാവോ എതിർ ക്രിസ്തു ഭരിക്കുമ്പോൾ ആർക്കും ആരോട് സ്നേഹമില്ലാത്ത ഒരു ലോകമായി, അതിഥികളെ സ്വീകരിക്കാത്ത ഒരു ലോകമായി തീരാൻ റിഹേഴ്സൽ വിജയിച്ചു. അതാണ് റിഹേഴ്സൽ നടത്തിയത്. അത് ബൈബിളിലെ സംഭവമാണ്. എന്നാന്നറിയാവോ? ഇത് പണ്ടേ പറഞ്ഞു. നാളെ ഞാൻ പറയാം ഈ കോവിഡ് എങ്ങനെയാ ഉണ്ടായത്. വായിക്കാം. വെളിപ്പാട് 6:7 വായിക്കാം. അത് വായിച്ച് നമുക്ക് ഇത് രാത്രി അവസാനിപ്പിക്കാം. വെളിപ്പാട് 6:7. 4 മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4 ജീവി പറയുന്നത് ഞാൻ
അടുത്ത വാക്യം. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. ആ. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. ആ. പാതാളം അവനെ പിന്തുടർന്നു. ആ. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലംശത്തിന്മേൽ അധികാരം പഠിക്കുമ്പോൾ കാണാം. കുഞ്ഞാണ് 1-ാം മുദ്ര പൊട്ടിക്കുന്നത്. വെളിപ്പാട് 6 സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ 4-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത്. സഭ എടുക്കപ്പെട്ട് 3 വർഷം കഴിയുമ്പോൾ അന്ന് ലോകത്തിൽ ഒരു രോഗം വരും. ആ രോഗമാണ് 120 ദിവസം ശരീരത്തിൽ നിൽക്കും. അന്നത്തെ ലോകത്തിലെ 400 ജനം മരിക്കും. അതിന്റെ നാന്ദിയാണ് ഈ കോവിഡ്. പോയിട്ടില്ല, അതിന്റെ തരംഗത്തിൽ നിൽക്കുക. ഇപ്പൊ നിൽക്കുന്നത് മൈക്രോ എല്ലാം പോയി. ഇപ്പൊ സ്ട്രെപ്റ്റോകോക്കൽ എന്ന് പറയും. അതിന്റെ നാളെ നമുക്ക് സയൻസിൽ കൂടെ ബൈബിളിൽ കൂടെ നോക്കാം ഇത് എവിടെ വന്നത്. ബൈബിളിൽ 2600 വർഷം മുമ്പ് എഴുതിയിട്ടുണ്ട് ഈ സാധനം എങ്ങനെയാണ്. അപ്പൊ ഈ മാരകമായ രോഗം വന്നപ്പോൾ അതിന്റെ മറവിൽ ില്ലാത്ത ഭൂമി മാറിക്കഴിയുന്ന ഒരു നിയമത്തിന്റെ കീഴിൽ അന്ന് ജീവിക്കുന്നവരെ മുഴുവൻ കൊണ്ടുവരും. അന്ന് ജീവിക്കുന്നവർ മുഴുവൻ അവന്റെ കയ്യിൽ പഞ്ചവൃക്ഷ പടക്കം കണ്ടുവരും. എന്നാൽ ദൈവമക്കളെ, എനിക്ക് ഏറ്റവും സന്തോഷം തമ്പുരാന്റെ വാഗ്ദത്തമാണ്. നമ്മളെ കർത്താവ് എടുക്കും. ഈ തലമുറയിൽ കർത്താവ് വരും. മുഴുവൻ തെളിവുകളും കണ്ടു കഴിഞ്ഞു. ലോകത്തിന്റെ ഘടികാരം, ലോകത്തിന്റെ ക്ലോക്കാണ് ഇസ്രായേൽ. അതും നമുക്ക് ചിന്തിക്കണം. അതുകൊണ്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും കർത്താവിന്റെ വരവ് ഈ തലമുറയിലാണ്. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും.